പ്രാവശ്യം കൂടെ ഒരിക്കൽ കൂടെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം നമ്മൾ വന്നു ചേർന്നിരിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനരാത്രങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ദൈവദാസന്മാർ കൂടെ ശക്തമായ ദൈവിക ദൂതുകൾ അരുളപ്പാടുകൾ നമ്മെ അറിയിച്ചുകൊണ്ടിരുന്നു. ഇന്നും കർത്താവിൽ ബഹുമാനിയ അഭിഷക്തൻ കാലഘട്ടത്തിൽ ദൈവശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജോൺസൺ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഹല്ലേലൂയ നമ്മൾ വചനം കേൾക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ശുശ്രൂഷ ഇന്ന് പകൽക്കാലം വെളിപ്പെടുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്നെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽ ഇതുവരെ നമ്മൾ ആത്മീയ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഇനി ദൈവത്തിൻ്റെ ആ ഉയരത്തിലെ മന്ന നമ്മെ ദൈവം നമുക്ക് തരാൻ പോകുക. തൃപ്തി വരുന്നത് പോലെ നമ്മൾ ഇന്ന് പ്രാപിച്ച് പോകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുത്ത് കടന്നു പോകാൻ ഇരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ആവശ്യബോധത്തോടെ നമുക്കൊന്നിരിക്കാം, പ്രാർത്ഥനയോട് നമുക്കൊന്നിരിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മോട് തൊട്ട് സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവ് അല്പം കൊണ്ടും അധികം കൊണ്ടും നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനായ യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവാ. ആ നല്ല കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് താണിരിക്കാം ഈ തുടർന്നുള്ള സമയം. ഹല്ലേലൂയ. ബഹുമാന്യ പാസ്റ്റർ ആമേൻ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസൻ പകലും രാത്രിയിൽ നമ്മോട് ശുശ്രൂഷിപ്പാൻ ദൈവം കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ഈ 19ാമത്തെ ദിവസം പകൽ സെക്ഷനിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ആദരപൂർവ്വം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളും. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പാരനെ, നിത്യജീവമൊഴി നിന്നിലുണ്ടു പാരനെ, നിന്നെ വിട്ടിട്ടാടിയെങ്ങെ നിന്നെ വിട്ടിട്ടാടിയെങ്ങെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ. ശത്രുവിനഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന ശത്രുവിനഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, അന്നോ ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നു. ഇന്നും എന്നും കൂടെയുണ്ടും, ഇന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത് യേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്ത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷവും ഇവിടെ നടത്തപ്പെടുന്ന നീണ്ട ദിവസത്തെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ
19-ാമത്തെ പകൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ വചനവുമായി കടന്നു വരാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ തോമസ് ഊട്ടി പാസ്റ്റർ, PMG സഭയുടെ പ്രസിഡൻ്റായി സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന ക്രിസ്തുവിൽ ഏറെ വർഷത്തെ ആത്മീയ ബന്ധു, ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ MA വർഗീസ് പാസ്റ്റർ, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജീവ്, ഇവിടെ ആയിരിക്കുന്ന ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന സീനിയേഴ്സായിരിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ അഭിഷക്തന്മാർ, പാസ്റ്റേഴ്സ്, ഇവിടെ കടന്നു വന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങളെ എല്ലാവരെയും കർത്താവിൽ ഞാൻ വന്ദനം പറയുകയാകുന്നു. കർത്താവിൻ്റെ മടങ്ങി വരവ് താമസിച്ചതുകൊണ്ട്, ആയുസ്സും ആരോഗ്യവും ദൈവം തന്നതുകൊണ്ട്, അവസരം ദൈവം തന്നതുകൊണ്ട് ഭൂമിയിൽ ഊസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പ്രാവശ്യം ഈ സഭയിൽ കടന്നു വരുവാനും അതേ ശുശ്രൂഷിപ്പാനും ദൈവം ഇടയാക്കി. നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്, ഉപവസിക്കുന്ന ദൈവമക്കളാണ്, കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കുന്ന സ്നേഹിക്കുന്ന ദൈവമക്കളാകയാ നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള കാര്യം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ 2-3 വേദഭാഗങ്ങൾ വായിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കുവാൻ കർത്താവിൽ മറയുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചതിന് ശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14, 15, 16 3 വാക്യങ്ങളും കൂടെ ചേർത്ത് വായിക്കാം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. മതി. ഇനി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെയും ദേശത്തിന്റെയും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു. ആ വായിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ദൈവമക്കളുടെയും വായ തുറന്ന് അതരങ്ങളെ ചലിപ്പിച്ച് ശബ്ദങ്ങൾ ഉയർത്തി ഒരു നിമിഷം ആ വചനത്തെ ധ്യാനിച്ച് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, നൽകിയ ദൈവവചനത്തിനായിട്ട് സ്തോത്രം. വചനത്തിൻ്റെ ആഴങ്ങളിൽ ഞങ്ങളെ ഇറക്കണമേ. വചനം ദൂതായി വ്യാപരിക്കട്ടെ. വചനം ദൈവശക്തിയായി വെളിപ്പെടട്ടെ. കാട് കത്തുന്ന കാട്ടുതീ ആർക്കും കെടുത്താൻ കഴിയാതെ ആളിക്കത്തുന്നത് പോലെ ദൈവവചനം ഓരോരുത്തരുടെ മേലും ഒരഗ്നിയായി മാറട്ടെ എന്നങ്ങയോട് പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷ കർത്താവിന് കൈമാറുകയാണ്. അടിയൻ ക്രിസ്തുവിൽ മറഞ്ഞു നിൽക്കുകയാണ്. യേശു ക്രിസ്തു മാത്രമേ ഇവിടെ ഉയർന്നിരിക്കാവൂ. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. ആമേൻ. ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവജനം ദൈവസ്ഥലിരിക്കുമ്പോൾ ആ വേദഭാഗത്ത് നിന്ന് ചില ദൂതുകൾ നിങ്ങളിലേക്ക് കൈമാറി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ മറയുന്നു. കഴിഞ്ഞ 18 ദിവസങ്ങളായി കർത്താവിൻ്റെ അഭിഷക്തന്മാരിവിടെ പകലും രാത്രിയും കടന്നു വന്നു. ശക്തമായ ദൈവീയ ദൂതുകളും ദൈവശബ്ദങ്ങളും ദൈവമക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വലിയൊരു കൂട്ടം ജനം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന അറിയുന്നു. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ അറിയിക്കുവാൻ ദൈവം എനിക്ക് തന്ന ദൂതാണ് ഇന്ന് വായിപ്പാനിടയായി തീർന്നത്. ഇങ്ങനെയാണ് വായിച്ചത്. എല്ലാവരും ശ്രദ്ധിക്കണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം
4-ാം അധ്യായം 14-ാം വാക്യമാണ് ആദ്യം വായിച്ചത്. ഇങ്ങനെയാ വായിച്ചത്. എന്താണ്? അപ്പൊ അത് ശ്രദ്ധിച്ചാട്ടെ. യേശു ആത്മാവിന്റെ ശക്തിയോടെ, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. അടുത്ത പദം ഇങ്ങനെയാണ്. എന്താണ്? അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലെല്ലാം പരന്നു. ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? എന്ത് പരന്നു? ചുറ്റുമുള്ള നാട്ടിലെല്ലാം ഒരു ശ്രുതി പരന്നു. എന്ത് പരന്നു? യേശു ക്രിസ്തു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് വന്നപ്പോൾ അവനിൽ വ്യാപരിച്ച ദൈവശക്തി ദേശത്തൊരു ശ്രുതിയായി മാറി. ഈ ദൂത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നാളെയും കഴിഞ്ഞ് മറ്റന്നാളോടെ തീരും. സ്തോത്രം. ഇനി 2-3 ദിവസവും കൂടെ ഉള്ള ഈ ശുശ്രൂഷകൾ ഇവിടെ നടക്കുന്ന. സ്തോത്രം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ശ്രുതി ഞാൻ ദേശത്ത് വരുത്തും. എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത ഒരു ശ്രുതി ഞാൻ ദേശത്ത് വരുത്താൻ പോകുക. അയൽവക്കക്കാരറിയാൻ പോകുക. ദേശത്തിൻ്റെ ചുറ്റും അതറിയാൻ പോകുക. ഇന്ന് പകൽ വിശ്വസിക്ക്, ആ ശ്രുതി എന്നിലൂടെ പുറപ്പെടാൻ പോകുക. എൻ്റെ ഭവനത്തിലൂടെ പുറപ്പെടാൻ, എൻ്റെ ശുശ്രൂഷയിലൂടെ പുറപ്പെടാൻ, എൻ്റെ സഭയിലൂടെ പുറപ്പെടുമെന്ന് അകന്തളത്തിൽ അടങ്ങാത്ത ആവേശത്തിൻ്റെ ത്വര പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മമണ്ഡലത്തിൽ പോരാടി ഈ പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ നിന്നിലൂടെ ഒരു ദൈവശക്തിയുടെ ശ്രുതി, നിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവശക്തിയുടെ ശ്രുതി, നിന്റെ ആരാധനയിലൂടെ ദൈവശക്തിയുടെ ശ്രുതി, നിന്റെ അഭിഷേകത്തിലൂടെ ദൈവശക്തിയുടെ ശ്രുതി തിരുവനന്തപുരം പട്ടണത്തിലേക്ക് ഒരു ശ്രുതി പുറപ്പെടുന്ന കാഴ്ച. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ എൻ്റെ മുൻപിലിരിക്കുന്നത്, കൃപ പ്രാപിച്ച പിതാക്കന്മാർ എൻ്റെ മുൻപിലിരിക്കുന്നത്, ഏറിയ വർഷം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അഭിഷക്തന്മാരാ എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നത്. കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ 19ാമത്തെ പകൽക്കാലം ഒരു ശ്രുതിയുടെ പകലായി. ഇന്ന് പകലൊരു ശ്രുതിയുടെ പകലായി. ഒത്തിരി ഉള്ളിലോട്ട് കടക്കുന്നില്ല, വചനത്തിൽ നിൽക്കുക. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഒരു 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷം നമ്മുടെ കർത്താവ് ഗലീലയ്ക്ക് വരുന്ന വരവാ നമ്മൾ വായിച്ചത്. എങ്ങോട്ടാ വരുന്നേ? ഗലീലയ്ക്ക് വരുക. സ്തോത്രം. എന്ത് കഴിഞ്ഞിട്ട് വരുക? 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് യേശു ഇറങ്ങി വരുന്ന വരവാ. വരുന്നത് ഗലീലയ്ക്ക് വരികയാണ്. എന്തിനാ യേശു ഗലീലയ്ക്ക് വരുന്നത്? ഗലീലയിൽ വരുന്നതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 4:16 വാക്യത്തിൽ വായിച്ച് നിർത്തിയത് ഇങ്ങനാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാക്കണം. എന്തിനാ യേശു വരുന്നത്? അല്ലോ ഒന്ന് പറഞ്ഞാട്ടെ. യേശു വരുന്നത് എന്തിനാ? യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവെന്ന് പറയുന്ന പ്രവാചകൻ ഈ ദേശത്തെ നോക്കി ഒരു ദൂത് വിളിച്ചു പറഞ്ഞു. സ്തോത്രം. ഒരു പ്രവാചക ശബ്ദം വിളിച്ചു പറഞ്ഞു. ഒന്നല്ല രണ്ടല്ല, അനവധി പ്രവാചക ശബ്ദം. സ്തോത്രം. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു, ഏതാണ്ട് 700 വർഷം പിന്നിട്ടു. സ്തോത്രം. പക്ഷെ ഇതുവരെയും ആ പ്രവചനം അവിടെ നിവർത്തിയായിട്ടില്ല. അത് ആ ദേശത്തിന്റെ മേൽ നിൽക്കുകയാണ്. സ്തോത്രം.
ഈ ദേശത്തിന്റെ മേൽ ഈ പ്രവാചക ശബ്ദം നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 700 വർഷം കഴിഞ്ഞു. ഇതുവരെയും അത് നിവർത്തിയായിട്ടില്ല. സ്വത്രം. പക്ഷെ ഇനി അതൊരു പ്രവചന ശബ്ദമായി നിൽക്കാൻ പറ്റത്തില്ല, അതൊരു നിവർത്തിയായി മാറണം. ഈ ദൂതി പകൽക്കാലം ഏറ്റെടുക്കണം. ഓരോരുത്തരുടെ മേലും നിൽക്കുന്ന പ്രവചന ശബ്ദം, തലമുറയുടെ മേൽ നിൽക്കുന്ന പ്രവചന ശബ്ദം, സഭയുടെ മേൽ നിൽക്കുന്ന പ്രവചന ശബ്ദം, വാഗ്ദത്തങ്ങളായി നിൽക്കുന്ന പ്രവചന ശബ്ദം, കുടുംബങ്ങളുടെ മേൽ നിൽക്കുന്ന പ്രവചന ശബ്ദം, ദേശത്തിന്റെ മേൽ നിൽക്കുന്ന പ്രവചന ശബ്ദം, അഭിഷക്തന്മാരുടെ മേൽ നിൽക്കുന്ന പ്രവചന ശബ്ദം ഇനി ഒരു ശബ്ദമായി നിൽക്കുവാനല്ല, അത് നിവർത്തിയാകുന്നത് കണ്ണുകൊണ്ട് കാണാൻ. ഓ, കണ്ണുകൊണ്ട് കണ്ടെന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഓ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. വചനം ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിച്ചോണം. വർഷങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഈ 700 വർഷത്തിന്റെ ഇടയിൽ ഉപവാസം ഒത്തിരി കഴിഞ്ഞു. ഹലോ, എനിക്ക് ഒന്ന് 21 ഒത്തിരി കഴിഞ്ഞു, 40 ഒത്തിരി കഴിഞ്ഞു, 7 ഒത്തിരി കഴിഞ്ഞു, 3 ഒത്തിരി കഴിഞ്ഞു. 21, 40, 7, 3, 1 എന്ന് വേണ്ട അനവധി ഉപവാസങ്ങൾ കഴിഞ്ഞു. ഒത്തിരി വാഗ്ദത്തങ്ങൾ കേട്ടു, പ്രവചന ശബ്ദങ്ങൾ കേട്ടു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പേ കിടക്കുന്ന പ്രവചന ശബ്ദം ഇതുവരെ നിവർത്തിയാകാൻ കഴിഞ്ഞിട്ടില്ല. ആയുസ്സിൽ നിവർത്തിക്കത്തില്ല, നിവർത്തിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇരുട്ടുകൊണ്ട് മറച്ചു വെച്ച ആ ഇരുട്ടിന്റെ കെട്ട് പൊട്ടിപ്പാൻ ഈ പകൽക്കാലം ഒരുവൻ ഇറങ്ങി വരിക. അവന്റെ പേര് നസ്രയനായ യേശു. ഓ ഓ ശാരകക്ഷപ്രഭ, കൃപ പ്രാപിച്ച ദൈവമക്കൾ, വചനം മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവമക്കൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ തന്നെ ഒരു നിവർത്തി വെളിപ്പെടുക, ഒരു നിവർത്തി വെളിപ്പെടുക, ഒരു നിവർത്തി വെളിപ്പെടുക, ഒരു നിവർത്തി വെളിപ്പെടുക. ഇനി സമയങ്ങളില്ല, ഇനി ആണ്ടുകൾ കഴിക്കാൻ പറ്റത്തില്ല, ഇനി നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റത്തില്ല. ഇന്നാകുന്നു ദൈവപ്രവൃത്തി, ഇപ്പോഴാ ദൈവപ്രവൃത്തി. ഓ ഓ ശാലകക്ഷപ്രഭാന, ഓ ശാലമനാദകസിയാന ഘടകജനാദകക്ഷപ്രഭാനകക്ഷസിയാലി. പരിശുദ്ധാത്മാവ് എന്തോ ഇന്ന് ഇവിടെ ചെയ്യുക. 19ാമത്തെ പകൽക്കാലം എന്തോ ഒരു നിവർത്തി വെളിപ്പെടുത്താൻ പോകുക. അത് പല കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന ഞാൻ ആത്മാവി കാണുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് ഒരു ദൂത് എപ്പോഴെങ്കിലും എനിക്കോ നിങ്ങൾക്കോ തന്നിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, എപ്പോഴെങ്കിലും ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ, വചനത്തിലൂടോ വാമൊഴിയായോ പ്രവചനമായോ വെളിപ്പാടായോ സ്വപ്നമായോ ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ, എത്ര വർഷം കഴിഞ്ഞാലും എത്ര ഇരുട്ട് തടഞ്ഞു വെച്ചാലും ഒരു ദിവസം ദൈവം കെട്ടു പൊട്ടിക്കും. ദൈവശക്തി, ദൈവശക്തി. ശാലാഭ ഉടാലകശപ്രവാലാദ അർത്ഥനാദകശസിയാല
പ്രവചിച്ച പ്രവാചകൻ മരിച്ചു പോയാലും, സ്വത്രം ദൂത് തന്ന പ്രവാചകൻ ശുശ്രൂഷ പൂർത്തീകരിച്ച് ഈ ലോകം വിട്ടുപോയാലും, ഹലോ, വാഗ്ദത്തം മരിക്കത്തില്ല, ദൂത് മരിക്കത്തില്ല, വചനം മരിക്കത്തില്ല. അത് ജീവിക്കുന്നതാ, അതിന് നിവർത്തി ഉറപ്പാ. ഇന്ന് ഈ ദൂത് ഞാൻ ആത്മാവി പറയുമ്പോൾ വാഗ്ദത്തം കിടപ്പുണ്ട്, ഒത്തിരി ദൈവശബ്ദം കിടപ്പുണ്ട്. പക്ഷെ അതിൻ്റെ മേലൊരു ഇരുട്ട് മൂടി നിൽക്കുക. ഈ 19ാമത്തെ പകൽ ആകാശം കീറി ഇറങ്ങുന്ന ദൈവം ആ ഇരുട്ടിന്റെ പാടയെ കീറി മാറ്റി നിന്റെ മേലുള്ള വാഗ്ദത്തം നിവർത്തിച്ച് അത് പുറത്തെടുക്കാൻ ദൈവശക്തി യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തില് പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോണം വചനം. ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിവർത്തിയാകാതെ കിടക്കുന്ന ഈ യെശയ്യാപ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിക്കേണ്ടുന്നവൻ നിവർത്തിക്കേണ്ടിയ സമയമായപ്പം, ഹലോ, നിവർത്തിക്കേണ്ടുന്നവൻ നിവർത്തിക്കേണ്ടുന്ന സമയമായപ്പോൾ നിവർത്തിപ്പാൻ യേശുവെടുത്ത ആയുധം ആത്മാവിന്റെ ശക്തിയാണ്. യേശുവെടുത്ത ആയുധം ആത്മാവിന്റെ ശക്തിയാണ്. ഇന്ന് പകൽ ഇത്രയും ദൈവമക്കൾ ആത്മാവിന്റെ ശക്തിയിലായ, ദൈവശക്തി, ദൈവശക്തി. യേശുവിന്റെ നാമത്തില് പ്രവചന ശബ്ദം നിവർത്തിപ്പാൻ പൂർണ്ണ ദൈവമായിരുന്നവൻ പൂർണ്ണ മനുഷ്യനായി, പൂർണ്ണ ദൈവമായിരുന്നവൻ പൂർണ്ണ മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി ഈ താണലോകത്തിൽ ഇറങ്ങി വന്നപ്പോൾ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ പാർക്കുമ്പോൾ, സ്വത്രം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനം ഇവിടെ നിവർത്തിപ്പാൻ യേശു ആത്മാവിന്റെ ശക്തിയിലാകേണ്ടി വന്നു. യേശുവിന് പോലും ആത്മാവിന്റെ ആരാ? യേശുവിന് ആത്മാവിന്റെ ശക്തിയിലാകേണ്ടി വന്നു. യേശുവിന് ആത്മാവിന്റെ ശക്തിയിലാകേണ്ടി വന്നെങ്കിൽ ഞാനും നിങ്ങളും എത്രയധികം, മനസ്സിലായില്ല? സ്വത്രം നമ്മൾ എത്ര അധികം ദൈവശക്തിയിലാകണം? അല്ലോ, മനസ്സിലാകുന്നുണ്ടോ? എന്താ ഇതുവരെ നിവർത്തിയാകാഞ്ഞ്? ഇതിനു വേണ്ടി ആത്മാവിന്റെ ശക്തിയിലാകാൻ ആരും വന്നില്ല, ആരും മുന്നോട്ട് വന്നില്ല. ഇന്ന് ഈ ദൂത് ഞാൻ ആത്മാവി പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ മക്കളും ആത്മാവിന്റെ ശക്തിയായി മാറാൻ മനസ്സുണ്ടെങ്കിൽ, ഹലോ, സ്വത്രം, ഈ ഉപവാസത്തിൽ ഇരുന്നതുപോലെ എഴുന്നേൽക്കത്തില്ല. നീ ദേശത്തൊരു ദൈവശക്തിയായി മാറും, അത് ദേശത്തൊരു ശ്രുതിയായി മാറും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? പക്ഷെ ദൈവശക്തിയിലാകാൻ അനുവദിക്കാത്ത, ഹലോ, ഷാജി പറയും, നീ പ്രാർത്ഥിച്ചോ, എനിക്കൊരു വിരോധവുമില്ല. നീ ഊസിച്ചോ, എനിക്കൊരു വിരോധവുമില്ല. നീ പാട്ട് എത്ര വേണേലും പാടിക്കോ, എനിക്ക് ഒരു വിരോധവുമില്ല.
നീ കൈയടിച്ചോ, എനിക്കൊരു വിരോധവുമില്ല. അന്യഭാഷയും പറഞ്ഞോ, എനിക്കൊരു വിരോധവുമില്ല. പ്രസംഗം എത്ര വേണേലും കേട്ടോ, എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ നീ ദൈവശക്തിയിലാകരുത്. എന്തോത്തിലാകരുത്? ദൈവശക്തിയിലാകരുത്. ആയാൽ ഇവിടെ ചില നിവർത്തി വെളിപ്പെടും. ദൈവശക്തിയിലാകാൻ കഴിയാതെ അടപ്പിട്ട് വെച്ചിരിക്കുന്ന, ബ്രേക്കിട്ട് വെച്ചിരിക്കുന്ന ആ മണ്ഡലത്തിന്റെ മേൽ ഇന്ന് പകലൊരു വിടുതൽ കർത്താവ് തുറക്കപ്പെടാൻ. ലോക്കിട്ട് വെച്ചേക്കുന്ന അവസ്ഥ, താഴിട്ട് വെച്ചേക്കുന്ന അവസ്ഥ, പൂട്ടിട്ട് വെച്ചേക്കുന്ന അവസ്ഥ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ഓ, യേശുവിന്റെ നാമത്തില് കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവി ദൈവത്തെ സ്തുതിച്ചു. ഓ, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് എല്ലാവരും ദൈവശക്തിയിലാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ദൈവശക്തിയിലാകട്ടെ. പ്രാർത്ഥിക്കുന്നവർ ദൈവശക്തി ധരിക്കട്ടെ. ഉപവസിക്കുന്നവർ ദൈവശക്തി ധരിക്കട്ടെ. വചനം കേൾക്കുന്നവർ ദൈവശക്തിയിലാകട്ടെ. PMG ദൈവസഭ ഒരു ദൈവശക്തിയായി മാറട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവശക്തിയിലാകാൻ കഴിയാതെ പിടിച്ചു വച്ചിരിക്കുന്ന, ആരാധനയെ പിടിച്ചു വച്ചിരിക്കുന്ന, ആത്മമണ്ഡലത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, അഭിഷേകത്തെ പിടിച്ചു വച്ചിരിക്കുന്ന, കൃപാവരങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന, ബന്ധിച്ചടച്ചേക്കുന്ന ആ കെട്ട് യേശുവിൻ നാമത്തിൽ പൊട്ടി മാറട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. Praise the Lord. Praise the Lord. ഈ ദേശത്തിന്റെ സ്ഥിതി മാറ്റിയെടുക്കാൻ, ഇവിടെ ചില നിവർത്തി വെളിപ്പെടുത്താൻ യേശു എടുത്ത ആയുധം ആത്മാവിന്റെ, എന്നുറക്കെ പറഞ്ഞേ, ആത്മാവിന്റെ ശക്തി. യേശുക്രിസ്തുവിൽ കാണുന്ന അഭിഷേകത്തിന്റെ 4 തലങ്ങളുണ്ട്. ക്രിസ്തുവിൽ കാണുന്ന അഭിഷേകത്തിന്റെ 4 തലങ്ങൾ. പഴയ നിയമസഭ അഭിഷേകത്തിന്റെ 3 തലങ്ങളിലാണ് നിന്നത്. അഭിഷേകത്തിന്റെ 3 തലം. അത് ദാവീദിന്റെ മേൽ പകർന്നത്. 1 വീട്ടിൽ വെച്ചൊരു അഭിഷേകം കൊടുത്തു. 2 യഹൂദ ഗ്രഹത്തിന് രാജാവായി ഒരു അഭിഷേകം കൊടുത്തു. 3 ഹെബ്രോനിൽ വെച്ച് എല്ലാ ഇസ്രയേലിനും രാജാവായിട്ട് എന്ത് ചെയ്തു? 3ാമതൊരു അഭിഷേകം പകർന്നു. പഴയ നിയമസഭ അഭിഷേകത്തിന്റെ 3 തലത്തിലായിരുന്നു. സ്വത്രം. പുതിയ നിയമസഭയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൽ കാണുന്ന അഭിഷേകത്തിന്റെ 4 തലങ്ങളുണ്ട്. പുതിയ നിയമസഭയും അഭിഷേകത്തിന്റെ 4 തലങ്ങളിലാണ്. സ്വത്രം. ക്രിസ്തുവിൽ അഭിഷേകത്തിന്റെ 4 തലം കാണാൻ കഴിയുന്നുണ്ട്. ആ 4 തലങ്ങളിൽ 3ാമത്തെ തലമാണ് ആത്മായിരുന്നു. എന്തുണ്ടായിരുന്നു?
ആത്മാവിന്റെ ജനനം. യേശു ആത്മാവിൽ ജനിച്ചു. അതാ യേശു പറഞ്ഞ ജഡത്തിൽ ജനിച്ചത് ജഡമാ. അടുത്ത പദം പറ, ആത്മാവിൽ ജനിച്ചത് ആത്മാവാ. സത്രം. നാം ഓരോരുത്തരും ആത്മാവിൽ ജനിച്ചവരാ. ആത്മാവിൽ ജനിച്ചവരാണോ നിങ്ങളെല്ലാവരും? ആത്മാവിൽ ജനിച്ചവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്നാൽ ഇന്ന് നമ്മളെല്ലാം ഓരോ സംഘടനയുടെ ബൗണ്ടറിക്കകത്ത് നിൽക്കുന്നവരാ. ഞാൻ IPCയുടെ ശുശ്രൂഷകന് 39 വർഷമായിട്ട്. നമ്മൾ ഇവിടുത്തെ PMG സഭയാണ്. ഈ ഭൂമിയിൽ ഓരോ സഭകളും, ലോക്കൽ സഭകളും ഓരോ സംഘടനയുടെ ബൗണ്ടറിക്കകത്ത്. അതിനൊരു ഉപദേശമുണ്ട്, അതിന് ഭരണഘടനയുണ്ട്. ആ വ്യവസ്ഥയ്ക്കകത്താണ് എല്ലാ ലോക്കൽ സഭകളും നിൽക്കുന്നത്. ഓരോ സംഘടനയുടെയും ബൗണ്ടറിക്കകത്ത് നിൽക്കുമ്പോൾ സ്വത്രം അതിനകത്ത് നിൽക്കുന്ന എല്ലാവരും ആത്മാവിൽ ജനിച്ചവരാന്ന് പറയാൻ. ഇപ്പൊ ഇന്ന് ഇത്രയും ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങളെല്ലാവരും ആത്മാവിൽ ജനിച്ചതാണെന്ന് ഞാൻ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. കാരണം ഇതിനകത്ത് ജഡത്തിൽ ജനിച്ചവരും ഉണ്ട്, ആത്മാവിൽ ജനിച്ചവരും ഉണ്ട്. പക്ഷെ ഇതിനെ രണ്ടും ഇപ്പോൾ വേർതിരിക്കാൻ നമുക്ക് അവകാശം ഇല്ല. ജഡത്തിൽ ജനിച്ചവരെല്ലാം ഇങ്ങോട്ട് നില്ല്, ആത്മാവിൽ ജനിച്ചവരെല്ലാം അങ്ങോട്ട് നില്ല് എന്ന് ഇന്ന് തിരിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. യേശു പറഞ്ഞു രണ്ടും കൊയ്ത്തോളം എന്ത് ചെയ്യട്ടെ പറ. ഒരു വയലിൽ, ഒരു ബൗണ്ടറിക്കകത്ത്, ഒരു വരമ്പിനകത്ത്, ഹലോ, ഒരു സംഘടനയ്ക്കകത്ത് രണ്ടും എന്ത് ചെയ്യട്ടെ, രണ്ടും കൊയ്ത്തോളം. രണ്ടിനും ഒരുപോലെ ശുശ്രൂഷ ചെയ്യണം, രണ്ടിനും വള ഒരുപോലെ. ഹലോ, ഫാക്ടം ബോസ് എല്ലാത്തിനും എന്ത് ചെയ്യണം? നീ ആത്മാവി ജനിച്ചതാ, നിനക്ക് കൂടുതൽ ഇരിക്കട്ടെ. അങ്ങനല്ല, എല്ലാത്തിനും ഒരുപോലെ യൂറിയ ഇട്ട് കൊടുക്കണം, എല്ലാത്തിനും ഒരുപോലെ ശുശ്രൂഷ ചെയ്യണം. ഇതിനെ തമ്മിൽ ഇപ്പൊ വേർതിരിക്കാൻ അവകാശം, എന്നാൽ ഇതിനെ വേർതിരിക്കും യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ. ജഡത്തിൽ ജനിച്ചതിനെയും ആത്മാവിൽ ജനിച്ചതിനെ എന്ത് ചെയ്യും? തമ്മിൽ വേർതിരിക്കുന്ന ദിവസം വരും. അതുവരെ രണ്ടും കൊയ്ത്തോളം വളരട്ടെ. ആത്മാവിൽ ജനിച്ചവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ ആത്മാവിന്റെ ജനനമാണ് അഭിഷേകത്തിന്റെ ഒന്നാമത്തെ ലെവൽ. ആത്മാവിന്റെ ജനനമാണ് അഭിഷേകത്തിന്റെ ഒന്നാമത്തെ ലെവൽ. അഭിഷേകത്തിന്റെ രണ്ടാമത്തെ ലെവൽ, യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യോർദാൻ നദി സ്നാനമേറ്റു. വചനം പറയുന്നു യേശു സ്നാനമേറ്റു. അവിടെ വെച്ച് യേശു ആത്മാവിൽ നിറഞ്ഞവനായി. മനസ്സിലായില്ല? ആത്മാവിൽ ജനിച്ച യേശു ഇപ്പൊ ആത്മാവിൽ പറഞ്ഞാട്ടെ നിറഞ്ഞവനായി. അപ്പൊ ആത്മാവിൽ നിറയാൻ ആത്മാവിന്റെ ജനനം മതി. ആത്മാവിൽ ജനിച്ചവന് ആത്മാവിൽ എന്ത് ചെയ്യാം? നിറയാം. അപ്പൊ നോക്കണം, ആത്മാവിൽ ജനിച്ച യേശു ആത്മാവിൽ നിറഞ്ഞവനായി മാറി. വചനം പറയുന്നു യേശു ആത്മാവിൽ നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങിപ്പോയി. സ്വത്രം. എങ്ങോട്ട് പോയി? 40 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് പോയി, ഉപവാസത്തിന് പോയി. ആ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് യേശു വരുന്നത് നിറഞ്ഞവനായി പോയ യേശു വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആത്മാവിന്റെ ശക്തിയോടെ ആയി. അഭിഷേകം ദൈവശക്തിയായി മാറി. അഭിഷേകം ദൈവശക്തിയായി മാറി. ഈ 19-ാമത്തെ പകൽക്കാലം നമ്മൾ ഏത് ലെവലിലായി ഇരിക്കുന്നത്? ആത്മാവിന്റെ ജനനത്തിലാണോ? ആത്മാവിന്റെ നിറവിലാണോ? ആത്മാവിന്റെ ശക്തിയിലാണോ? ഹലോ, വചനം മനസ്സിലാകുന്നുണ്ടോ? നമ്മളിപ്പോ ഏത് ലെവലിലായി ഇരിക്കുന്നേ? അണ്ടാ സിസ്റ്റർ പറയുന്ന ആത്മാവിന്റെ ശക്തിയിലാണെന്ന്. എനിക്ക് എല്ലാരെയും നോക്കിയിട്ട് വലിയ ശക്തിയൊന്നും ചെയ്യുന്നില്ല. സ്വത്രം. വലിയ ശക്തിയൊന്നും ഇവിടെ കാണുന്ന ശക്തിയൊന്നും ഇവിടെ ഞാൻ കാണുന്നില്ല. സ്വത്രം. പിന്നെ നമ്മൾ പറയുക നമ്മൾ ആത്മാവിന്റെ യേശുവിൽ ഒരു ആത്മാവിന്റെ ജനനം നടന്നു. യേശുവിൽ ഒരു ആത്മാവിന്റെ നിറവ് നടന്നു. യേശുവിൽ ഒരു ആത്മാവിന്റെ ശക്തി ഉണ്ടായി. ഓ, യേശുവിന്റെ നാമത്തില് ആത്മാവിന്റെ ശക്തിയിലായപ്പോൾ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം
അരുളി ചെയ്ത് എന്ത് ചെയ്തു? നിവർത്തിയായി. അപ്പൊ ആത്മാവിന്റെ ശക്തിക്കൊരു നിവർത്തി ഉണ്ട്. ഓ, വല്ല മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും ദൈവമക്കൾ ആത്മാവിന്റെ ശക്തിയിലായ ഈ തിരുവനന്തപുരം പട്ടണത്തിൽ എന്തൊക്കെ നടക്കും? ഓ, ഒരു വ്യക്തി ആത്മാവിന്റെ ശക്തിയിലായപ്പോൾ ഒരു പ്രദേശത്തിന്റെ കെട്ടുപൊട്ടി. അങ്ങനെങ്കിൽ ഇത്രയും ദൈവമക്കൾ ആത്മശക്തിയിലായ ഈ പട്ടണത്തിന്റെ മുഖച്ഛായ മാറും. ചില മുഖച്ഛായ ദൈവം മാറ്റിയെടുക്കും. വിശ്വാസമുണ്ട്, ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോ, അഭിഷേകത്തിന്റെ മൂന്നാമത്തെ തലമാണ് ആത്മാവിന്റെ ശക്തി. ഈ ആത്മാവിന്റെ ശക്തിയിലായപ്പോഴാ ഇരുട്ട് വഴി മാറിക്കൊടുത്തു. ഓ, വല്ല മനസ്സിലായോ? ഇതുവരെ മാറാത്ത ഇരുട്ട് അവന്റെ മുമ്പിൽ എന്ത് ചെയ്തു? വഴി മാറിക്കൊടുത്തു. അപ്പോഴാ ഇരുട്ടിൽ നിന്ന ജനം പുറത്തു വന്നത്. ഈ ദൂത് ഞാൻ ആത്മാവിൽ പറയുമ്പം നിന്റെ വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെച്ചേക്കുന്ന ഒരു ഇരുട്ട് വഴി മാറുന്നത്, നിന്റെ ഭവനത്തെ ബന്ധിച്ചു വെച്ച, നിന്റെ ശുശ്രൂഷയെ അടച്ചു വെച്ച വഴി മാറാത്ത ശക്തി എന്തോ നിന്റെ മുൻപിൽ നിന്ന് വഴിമാറി പോകുക. ചില ശാപശക്തികൾ വഴിമാറി പോകുന്നു. അന്ധകാര ശക്തികൾ വഴിമാറി പോകുന്നു. രോഗാത്മാക്കൾ വഴിമാറി പോകുന്നു. ഇരുട്ടിന്റെ ശക്തി വഴിമാറി പോകുന്നു. ഇരുട്ടിന്റെ മറകൾ വഴിമാറി പോകുന്നു. മുന്നോട്ട് വിടത്തുള്ള വഴി അടച്ചു വെച്ചത് യേശുവിൻ നാമത്തിൽ വഴി മാറിപ്പോകുന്നു. നിന്റെ ഭാവിക്കെതിരെ വാദിക്കുന്നത് യേശുവിൻ നാമത്തിൽ വഴി മാറിപ്പോകും. യേശുവിന്റെ നാമത്തിന് യേശുവിന്റെ നാമത്തിന് ഒരു ഇരുളിന്റെ സ്വരൂപം ഇറങ്ങിപ്പോകുന്നത്, ഒരു ഇരുളിന്റെ മറ നിന്റെ മുൻപിൽ നിന്ന് മാറിപ്പോകുന്നത് ഞാൻ ആത്മാവി കാണുകയാ. ഇതിനകത്തൊരു ദൈവശക്തി പകരുന്നുണ്ട്. ഈ 19ാമത്തെ പകൽ നിന്റെ അകത്ത് ദൈവശക്തിയുടെ പകർച്ച, നിന്റെ ആരാധനയെ ദൈവശക്തി, നിന്റെ പ്രാർത്ഥനയിൽ ദൈവശക്തി, നീ ശരീരം കൊണ്ട് ആരാധിക്കുമ്പോൾ അതിലൊരു ദൈവശക്തി, നിന്റെ നാവിൽ ദൈവശക്തി, നിന്റെ ശബ്ദത്തിൽ ദൈവശക്തി. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സഭ ദൈവശക്തിയിലാകാൻ, സഭ ദൈവശക്തിയിലാകാൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ദൈവശക്തിയുടെ മുൻപിൽ 5 പ്രദേശത്തിന്റെ ഇരുള് മാറിപ്പോയി. എത്ര പ്രദേശത്തെ? അങ്ങനെ ഭാഗത്തോട്ട് വരാം. സ്വത്രം. ഇതാ യേശുവിൽ കണ്ട അഭിഷേകത്തിന്റെ 3ാമത്തെ തലമാണ് ആത്മാവിന്റെ ശക്തി.
നാലാമത്തെ തലം, അഭിഷേകത്തിന്റെ നാലാമത്തെ തലം, യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ച് അരിമത്തിലെ യോസേപ്പിന്റെ കല്ലറയിൽ യേശുവിനെ അടക്കി. യേശു മരിച്ച് അടക്കപ്പെട്ട ശേഷമാണ് അഭിഷേകത്തിന്റെ നാലാമത്തെ തലത്തിലെത്തുന്നത്. വചനം പറയുന്നു, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഒരു ഉയർപ്പിക്കുന്ന അഭിഷേകം യേശുവിന്റെ നാമത്തില്. കാരണം ഇത് ആത്മാവിന്റെ ജനനം തന്നു, ആത്മാവിന്റെ നിറവ് തന്നു, ആത്മാവിന്റെ ശക്തിയായി. ഇപ്പോഴഭിഷേകം ഉയർപ്പിക്കുന്ന അഭിഷേകമായി മാറി. വല്ല മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞ പത്രോസിന്റെ ഭാഷ പ്രസംഗിച്ച് പറയുക, ഇനി മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത്, ഒന്നുറക്കെ പറഞ്ഞാട്ടെ, എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു ശക്തിക്ക് ഇനി പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ ദൂത് ഞാൻ ആത്മാവി പറയുമ്പോൾ ഇങ്ങനല്ല ആരാധിക്കുന്നത്. ആരാധിക്കാൻ കഴിയാതെ പിടിച്ചു വെച്ച പിടി യേശുവിന്റെ നാമത്തിന് ഇപ്പോൾ ആ പിടി വിടട്ടെ. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ. പരിശുദ്ധാത്മാവേ, 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 സഭകളെ പിടിച്ചു വെക്കുന്ന, കുടുംബങ്ങളെ പിടിച്ചു വച്ചേക്കുന്ന, കുഞ്ഞുങ്ങളെ പിടിച്ചു വച്ചേക്കുന്ന, ആത്മമണ്ഡലത്തെ പിടിച്ചു വെക്കുന്ന, ആരാധനയെ പിടിച്ചു വെക്കുന്ന ആ കറുത്ത കരത്തിന്റെ പിടി യേശുവിൻ നാമത്തിൽ മാറ്, മാറ്. ഈ ജനം ആത്മാവിന്റെ ശക്തിയിലാകട്ടെ. പിടിവിടട്ടെ, പിടിവിടട്ടെ, ശരീരത്തിൽ പിടിവിടട്ടെ. ആ ശരീരത്തെ രോഗിയാക്കി പിടിച്ചു വെച്ചേക്കുന്ന, ശ്വാസകോശങ്ങളെ പിടിച്ചു വെച്ചേക്കുന്ന, ശബ്ദങ്ങളെ പിടിച്ചു വെച്ചേക്കുന്ന, ആത്മീയ കൃപകളെ പിടിച്ചു വെച്ചേക്കുന്ന, കൃപാവരങ്ങളെ പിടിച്ചു വെച്ചേക്കുന്ന, വാഗ്ദത്തങ്ങളെ പിടിച്ച് അടച്ചു വെച്ചേക്കുന്ന, ശുശ്രൂഷകളെ പിടിച്ചു വെച്ചേക്കുന്ന, ദൈവസഭയെ പിടിച്ചു വെക്കാൻ നോക്കുന്ന സാമ്പത്തിക മേഖലകളെ പിടിച്ചു വച്ച, പലതിന്റെയും ഭൗതിക മണ്ഡലത്തെ പിടിച്ചു വച്ച, ദൈവശക്തി, 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 ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി. ദൈവത്തിന്റെ തീ,
സഭയെ ഒരു ലെവലിനപ്പുറത്തോട്ട് വിടാതെ, ജനത്തെ ഒരു ലെവലിനപ്പുറത്തോട്ട് വിടാതെ, ദൈവത്തിന്റെ അഭിഷക്തന്മാരെ ഒരു ലെവലിനപ്പുറത്തോട്ട് വിടാതെ പിടിമുറുക്കിയിരിക്കുന്നത്, ഈ ശക്തി വ്യാപരിക്കുമ്പോ ആ പിടി വിടുക, ആ പിടി വിടുക. ദൈവമക്കൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തെ പിടിച്ചു വച്ചേക്കുന്നത്, നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത ഒരു കറുത്ത കരം നിന്റെ ഭവനത്തിൽ നിന്ന് പിടി വിടുന്നത്, എന്നേക്കുമായ ശരീരത്തിൽ നിന്ന് വിടുന്നത്, ആത്മാക്കളെ പിടിച്ചു വച്ചേക്കുന്ന, തലമുറകളെ പിടിച്ചു വെക്കുന്ന ദുഷ്ടശക്തിയെ ദൈവശക്തി, ദൈവശക്തി. ദൈവശക്തി ഇറങ്ങുക, ദൈവശക്തി ഇറങ്ങുന്നു, ആ ശരീരങ്ങളിൽ ദൈവശക്തി ഇറങ്ങുന്നു. സഭയുടെ ചരിത്രം മാറ്റി എഴുതുന്ന ദൈവശക്തി, സഭയുടെ ചരിത്രം മാറ്റിയ ദൈവശക്തി, സഭയുടെ ചരിത്രം മാറ്റിയ ദൈവശക്തി. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി. സഭ കത്തി മാറട്ടെ, സഭ കത്തി കയറുകയാ. ഇതുവരെ നിന്ന ലെവലല്ല, അടുത്തൊരു ലെവലിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക്, ഒരു അഭിഷേകത്തിന്റെ മൂന്നാമത്തെ നാലാമത്തെ തലത്തിലേക്ക്.
തീ. വർഷങ്ങളായി പിടിമുറുക്കിയ ആ പിടി യേശുവിൻ നാമത്തിൽ മാറിപ്പോകുന്നു. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ 4ാമത്തെ തലത്തിലെത്തിയാൽ കല്ലറയ്ക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, കല്ലിന് അടച്ചു വെക്കാൻ പറ്റത്തില്ല. ഹലോ, സ്വത്രം. ലോകത്തിന്റെ ഒരു ശക്തിക്കും നമ്മളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് അഭിഷേകത്തിന്റെ 4ാമത്തെ തലം. സ്വത്രം. ആ അഭിഷേകത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അഭിഷേകം. സ്വത്രം. അത് നമ്മളെയും ഉയർപ്പിക്കും. അത് നിങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ ആ ആത്മാവ് കൊണ്ട് നിങ്ങളെ ഉയർപ്പിക്കുമെന്ന. ഇപ്പൊ 4ാമത്തെ തലത്തിലെത്തിയാൽ നമ്മൾ ഉയർക്കും. ഉറപ്പുണ്ടോ? എവിടെ ഉയർക്കത്തിൽ എന്ന് പറഞ്ഞു അവിടെ നീ ഉയർക്കും. എവിടെ നിന്നെ ഉയർത്തത്തിൽ എന്ന് പറഞ്ഞു അവിടെ നിന്നെ ഉയർത്തിയിരിക്കും. അവിടെ നിന്റെ ശത്രു കാണും. അത് നിന്നെ പകച്ചവർ കണ്ട് ലജ്ജിക്കും. നീ ഒരു അടയാളമായി മാറും. നീ ഒരു അത്ഭുതമായി മാറും. നിന്നെ പകച്ചവർ നോക്കി നിൽക്കും. നടപ്പുകൾ പൊട്ടി മാറും. സ്തോത്രം, സ്തോത്രം. ഈ അഭിഷേകമാണ് നമുക്ക് വേണ്ടിയത്. പൗലോസ് പറഞ്ഞ അത് ക്രിസ്തുവിലും വ്യാപരിച്ചിരുന്നു. അത് ക്രിസ്തുവിലും. ഏതാ ഈ അഭിഷേകം? ക്രിസ്തുവിലും വ്യാപരിച്ചിരുന്നു. എന്നിട്ട് ക്രിസ്തുവിൽ വ്യാപരിച്ച പറഞ്ഞിട്ടാ പിന്നെ പറയുക, അത് തന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തു. അല്ല, മനസ്സിലായോ? ഈ അഭിഷേകത്തിന്റെ 4 തലങ്ങൾ തന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. സഭ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? അത് സഭയ്ക്ക് തന്നേക്കുന്ന എന്തിനാ? നീ ആത്മാവിൽ ജനിക്കണം, നീ ആത്മാവിൽ നിറയണം, നീ ആത്മാവിന്റെ ശക്തിയിലാകണം. ഹലോ, നീ ആത്മാവിൽ ഉയർക്കണം. ആ പ്രത്യാശയുള്ളവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നീ ശ്രദ്ധിച്ചു, ഇതാണ് അഭിഷേകത്തിന്റെ 4 തലങ്ങൾ ക്രിസ്തുവിൽ കാണുന്നത്. ഇത് സഭയ്ക്കും കൊടുത്തിരിക്കുക. അത് കിട്ടിയവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതിലെ 3 തലം വരെ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മേൽ വ്യാപരിക്കും. 4ാമത്തെ തലം നമ്മൾ വ്യാപരിക്കുന്ന കാഹളം ധ്വനിക്കുമ്പോഴാ. എവിടെ മരിച്ചടക്കപ്പെട്ടോ അവിടുന്ന് ഉയർക്കാൻ ഈ അഭിഷേകത്തിലാണ് നമ്മൾ ഉയർക്കുന്നത്. പക്ഷേ ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ അതിന്റെ അനുഭവം നമുക്ക് വേണം. അല്ല, അത് നിങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിലെന്ന് അതുണ്ടെങ്കിൽ അത് നിങ്ങളെ ഉയർപ്പിക്കും. മനസ്സിലായവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ശ്രദ്ധിച്ചോ, അഭിഷേകത്തിന്റെ 3ാമത്തെ തലത്തിലാ യേശു വരുന്നത്. എങ്ങോട്ട്? ഗലീലയ്ക്ക്. ഗലീലയുടെ 5 പ്രദേശങ്ങൾ. ഏതൊക്കെ പ്രദേശങ്ങളാ ഇങ്ങനെ വായിക്കുന്നു? സെബൂലൂൻ ദേശം, നഫ്താലി ദേശം, കടൽക്കര, യോർദാൻ അക്കരെയുള്ള നാടുകൾ, ജാതികളുടെ ഗലീല. എത്രണ്ണമായി? 5 5 പ്രദേശങ്ങൾ. ഇത് ഗലീലയുടെ പ്രദേശങ്ങളാ. ഈ 5 പ്രദേശങ്ങൾ 2 ഗോത്രങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാ. എത്ര ഗോത്രങ്ങളുടെ? 2 ഗോത്രങ്ങൾ. ഏത് ഗോത്രങ്ങളൊക്കെയാ? സെബൂലൂൻ ഗോത്രവും പിന്നെ നഫ്താലി ഗോത്രവും. ഈ 2 ഗോത്രങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ് ഈ 5 പ്രദേശങ്ങൾ. ഇതല്ല, വേറെ പ്രദേശങ്ങളുണ്ട്, അവരുടെ അവകാശത്തിൽപ്പെട്ടതാണ് ഈ 5 പ്രദേശങ്ങൾ. അവരുടെ ബൗണ്ടറിയാ, സ്വത്രം, അവരുടെ ബോർഡർ പ്രദേശങ്ങളാണ്.
പക്ഷേ ഈ 5 പ്രദേശങ്ങൾ യോശുവ മുഖാന്തരം സെബൂലൂനും നഫ്താലിക്കും അവകാശമായി അളന്നു തിരിച്ചു കൊടുത്തതാ. നീയും നിന്റെ സന്തതിയും തലമുറ തലമുറയായി അനുഭവിച്ചോണം എന്ന് പറഞ്ഞ് അളന്നു തിരിച്ചു കൊടുത്ത ദേശമാണ് ഈ 5 പ്രദേശം. സ്വത്രം. പക്ഷെ ഈ 5 പ്രദേശത്തിന്റെ അഡ്രസ് ഇന്ന് അറിയപ്പെടുന്നത്, ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്, അതിന്റെ പേരിങ്ങനെ മരണത്തിന്റെ ദേശം. എന്തുവാ ദേശത്തിന്റെ പേര്? മരണത്തിന്റെ 5 പ്രദേശത്തിന്റെ പേര് കേട്ടോ. ഏതാ? മരണത്തിന്റെ ദേശം. ഹലോ, മരണത്തിന്റെ ദേശം. ദൈവം കൊടുത്തത് മരണദേശമല്ല. ദൈവം തന്റെ മക്കൾക്ക് കൊടുത്തത് ഏത് ദേശമല്ല? മരണദേശമല്ല. ദൈവം കൊടുത്തത് കനാൻ ദേശമാണ്. ഹലോ, ദൈവം കൊടുത്തത് കനാൻ ദേശമാണ്. ദൈവം കൊടുത്തത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ദൈവം കൊടുത്തത് പാലും തേനും ഒഴുകുന്ന ദേശം. ദൈവം കൊടുത്തത് താമ്രം വെട്ടിയെടുക്കുന്ന ദേശം. ദൈവം കൊടുത്തത് വെള്ളിയും പൊന്നുമുള്ള ദേശം. ദൈവം കൊടുത്തത് ഒലിവൃക്ഷങ്ങളും അത്തിവൃക്ഷങ്ങളും മുന്തിരിത്തോട്ടങ്ങളുമുള്ള ദേശം. ദൈവം കൊടുത്തത് താഴ്വരകളുള്ള ദേശം. ദൈവം കൊടുത്തത് എല്ലാ ഫലപുഷ്ടിയുള്ള ദേശം. ദൈവം കൊടുത്തത് എല്ലാ സമൃദ്ധിയും നിറഞ്ഞ ദേശം. ദൈവം കൊടുത്തത് ജീവനുള്ള ദേശം. ദൈവം കൊടുത്തത് എല്ലാ നന്മയും നിറഞ്ഞ ദേശം. ഒന്നിനും കുറവില്ലാത്ത ദേശമാണ് ദൈവം എന്ത് ചെയ്തത്? തന്റെ ജനത്തിന് കൊടുത്തത്. പക്ഷെ ഇന്ന് ആ ദേശം എന്തായി പോയി എന്ന് പറഞ്ഞാൽ, ദേശത്തിന്റെ മേൽ ഭരിക്കുന്ന ആളാരാ? ഹലോ, ദേശം ഇപ്പോൾ അടക്കി ഭരിക്കുന്നത് ആരാ? പറ. മരണം. കേട്ടോ, ദേശത്തിന്റെ മേൽ നിൽക്കുന്ന നിഴല് മരണനിഴല. ഏതാ? മരണനിഴല. ദേശത്തെ ഭരിക്കുന്ന ആളാരാ? മരണം. ഹലോ, ഈ മരണത്തെ നേരിടാൻ, ഈ മരണ നിഴലിനെ നേരിടാൻ, മരണദേശത്തെ വിടുവിക്കാൻ യേശുവെടുത്ത ആയുധമാ ആത്മാവിന്റെ ശക്തി. ഏതാ എടുത്തത്? ആത്മാവിന്റെ ശക്തി. ഏതിനെ തോപ്പിക്കാൻ? ഹലോ, മരണത്തെ തോപ്പിക്കാൻ. മരണം ഒരു കവറ് പോലെ ദേശത്തെ മൂടിയിരിക്കുക. ഇന്ന് ഈ ദൂത് ഞാൻ ആത്മാവി പറയുമ്പം, ഈ ആത്മപ്രവചന ശബ്ദമായി ദൈവമക്കൾ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുമ്പം, സമയത്തിന് മുമ്പ്, ആയുസ്സിന്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പ്, ആയുസ്സിനെ പതിരുപോലെ പാറ്റി മാറ്റാൻ മരണത്തിന്റെ ചില കാറ്റുകൾ എവിടൊക്കെയോ മന്നം വീശുകയാണ്. ഈ 19ാമത്തെ പകൽ ആ മരണത്തിന്റെ കെട്ടു പൊട്ടിച്ച് ഒരു വിടുതൽ സഭയ്ക്ക് തുറക്കപ്പെടാൻ, ഇനി ഒരു മരണപാശം നിന്റെ മേൽ നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൂത് ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചാൽ ആ മരണത്തിന്റെ കെട്ടു പൊട്ടിപ്പ. ഓ ഓ യേശുവിന്റെ നാമത്തിന് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നത് നല്ലതാ, പക്ഷെ പിശാചിന്നത് മരണദേശമാക്കി കളഞ്ഞു. ദൈവം തന്നത് നല്ലതാ. ദൈവം തന്നത് നല്ലൊരു ശരീരമാ, നല്ലൊരു ആരോഗ്യമാ. ഈ ഭൂമി തന്നതെല്ലാം നല്ലതാ, പക്ഷേ അതിന് മീതെ ഒരു മരണപാശം പൊങ്ങി നിൽക്കുന്നു. ഈ 19ാമത്തെ പകൽ ആ മരണപാശത്തെ അഴിക്കുന്ന ഒരാത്മാവിന്റെ ശക്തി
ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി ദൈവജനം ഏറ്റെടുത്ത ഒരു മരണം നിന്റെ മേ വാഴാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവശക്തിയുടെ പകർച്ച. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം കൊടുത്തത് നല്ല ദേശമാണ്. പക്ഷേ പിശാച് അതിന് എന്ത് ചെയ്തു? മരണദേശമാക്കി കളഞ്ഞു. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് മാത്രമല്ല വിടുതൽ, നിങ്ങളുടെ ദേശത്തിനൂടെ, നിങ്ങൾ പാർക്കുന്ന ദേശത്തിന്റെ മേൽ കൊടികുത്തി വാഴുന്ന ചില മരണക്കൊടികൾ ദൈവാത്മാവ് കീറിക്കളയുന്നത്. നിന്റെ മേൽ നാട്ടിയ മരണക്കൊടികൾ യേശുവിൻ നാമത്തിന് ദൈവശക്തി, ദൈവശക്തി യേശുവിന്റെ നാമത്തിന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥനയെ ദേശത്ത് നിൽക്കുന്ന ചില ദുർമരണങ്ങൾ വഴിമാറിപ്പോകും. ആത്മഹത്യയുടെ ആത്മാക്കൾ ദേശം വിട്ട് മാറിപ്പോകുന്നു. പരിശുദ്ധാത്മാവിനിക്ക് നിങ്ങൾ ആരാധിക്കുന്ന വീടുകളിൽ, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ, അതിന് ചുറ്റുവട്ടങ്ങളിൽ ചില ദുർമരണങ്ങൾ തലപൊക്കി നിൽക്കാൻ തുടങ്ങിയ വർഷങ്ങൾ പലതായി. ആത്മഹത്യകൾ തലപൊക്കാൻ തുടങ്ങിയ വർഷങ്ങൾ പലതായി. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മഹത്യയുടെ ആത്മാക്കൾ മാറിപ്പോകുന്നത്, ദുർമരണങ്ങൾ മാറിപ്പോകുന്നത്, ദേശത്തുനിന്ന് മരണം മാറിപ്പോകട്ടെ. അപകട മരണങ്ങൾ, ആക്സിഡന്റ് മരണങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തിന്റെ ഒരു തലത്തിലോട്ട് സഭ കയറുമ്പോൾ ഇതെല്ലാം ദേശത്ത് നടക്കും. ഇതെല്ലാം നിന്റെ ചുറ്റുവട്ടം നടക്കും. നീ 21 ദിവസം ഊസിച്ചെഴുന്നേൽക്കുമ്പോൾ നീ ഒരു ശ്രുതിയായി മാറണം. നിന്റെ ദേശത്ത് നീ ഒരു ശ്രുതിയായി മാറണം. നിന്റെ അയൽവക്കക്കാര് പറയണം, നിന്നീന്നൊരു ദൈവശക്തി ഞങ്ങൾ അനുഭവിക്കുന്നെന്ന്. നീ വീട്ടിൽ വന്നപ്പോൾ ഒരു ദൈവശക്തി വരുന്നെന്ന്. നീ എന്റെ അടുത്തൂടെ പോയപ്പോൾ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നെന്ന്. നീ കയറുന്ന ബസ് അറിയണം നിന്നിൽ ദൈവശക്തി ഉണ്ടെന്ന്. Glory manada gachasiali. Praise the Lord. Praise the Lord. ശ്രദ്ധിച്ചു, 2 ഗോത്രത്തിന് അവകാശമായി കൊടുത്ത ദേശമാണ്. എത്ര ഗോത്രങ്ങൾക്ക്? സെബുലൂൻ ഗോത്രവും നഫ്താലി ഗോത്രവും. ഈ 2 ഗോത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പം ഇസ്രായേലി 12 ഗോത്രങ്ങളാണ് ഉള്ളത്. എത്ര ഗോത്രങ്ങളാ? 12 ഗോത്രങ്ങളിൽ വെച്ച് വളരെ നിഷ്കളങ്കതയോടും നിർമ്മലതയോടും സത്യസന്ധതയോടും
പരമാർത്ഥതയോടും കൂടെ ദൈവത്തെ സേവിച്ച, സ്നേഹിച്ച 2 ഗോത്രങ്ങളായിരുന്നു സെബുലൂനും നഫ്താലി. സ്വത്രം. ബാക്കി 10 ഗോത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പം 10 ഗോത്രങ്ങളുടെ കയ്യിലിരിപ്പത്രേ പറയുന്നേ, കയ്യിലിരിപ്പത്രേ ശരിയല്ലായിരുന്നു. ആ 10 ഗോത്രങ്ങളിൽ നിന്ന്, ആ 12 ഗോത്രങ്ങളിൽ നിന്ന് 2 ഗോത്രം വേറിട്ട് നിൽക്കുക. അവരെ കുറിച്ച് വചനം പറയുന്നത് അവർ പോർക്കളത്തിൽ നിൽക്കുന്നവരാ. എവിടാ നിൽക്കുന്നേ? പ്രാണനെ ത്യജിച്ചവരാ. അല്ല, മനസ്സിലായോ? പോർക്കളത്തിലും പ്രാണനെ ത്യജിച്ചവരുമാണ് ഇവര്. ഒരു കാലത്ത് പോർക്കളത്തിൽ തല ഉയർത്തി നിന്നവരാ. ആ നിന്ന ജനമാ ഇന്ന് ഇരുന്നു പോയത്. നിന്നവർ ഇരുന്നു പോയി, ഇരുന്നവർ കിടന്നുപോയി, കിടന്നവർ കടന്നുപോയി. മനസ്സിലായില്ല? ഒരു കാലത്ത് തല ഉയർത്തി പോർക്കളത്തിൽ നിന്നവരാ. നിന്നവരെന്ത് ചെയ്തു? അല്പ കഴിഞ്ഞപ്പം എപ്പോഴാ ഇരിക്കാൻ തോന്നുന്നേ? നിന്ന് ഒത്തിരി നേരം അങ്ങ് നിന്നപ്പോ തോന്നി നീ എവിടെങ്കിലും എന്ത് ചെയ്യാ? എപ്പോഴാ ഇരിക്കാൻ തോന്നിയത്? ശരീരത്തിന് ക്ഷീണം വന്നു. എപ്പോഴാ നമ്മൾ ഇരിക്കാൻ തുടങ്ങിയേ? ശരീരത്തിന് ക്ഷീണം വന്നു. ആരാധനയ്ക്ക് ക്ഷീണം, പ്രാർത്ഥനയ്ക്ക് ക്ഷീണം, ആദ്യ സ്നേഹത്തിന് ക്ഷീണം, ആ ദൈവകൃപയ്ക്ക് ക്ഷീണം, പെന്തക്കോസ്തിന് അല്പ ക്ഷീണം വന്നപ്പം, വിശ്വാസ ജീവിതത്തിന് ക്ഷീണം വന്നപ്പം തോന്നി എവിടെങ്കിലും എന്ത് ചെയ്യാ? ഇരുന്നു കുറേ കഴിഞ്ഞപ്പോ തോന്നി ഇനി എവിടെങ്കിലും എന്ത് ചെയ്യാ? എവിടെങ്കിലും കിടക്കാം എന്ന് പറഞ്ഞാൽ ക്ഷീണം കൂടിയപ്പം പിന്നെ എന്ത് ചെയ്തു? കിടന്നു. പ്യായി പറഞ്ഞു നീ അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഒത്തിരി നാള് കടന്നു കഴിഞ്ഞപ്പോ പിന്നെ കിടന്നവർക്ക് എണ്ണീക്കണമെന്നല്ല, എങ്ങനെങ്കിലും, ഹലോ പറയുന്നേ, എങ്ങനെങ്കിലും കടന്ന് പോണം. വല്ല മനസ്സിലായോ? അപ്പൊ നിന്ന ജനത്തെ ഇരുത്തിയത് എന്തിനാ? ഇരുത്തിയത് കിടത്താനാ. കിടത്തിയത് എന്തിനാ? നിന്നെ ഇല്ലാതാക്കാനാ. ഈ കെട്ടു പൊട്ടിക്കാൻ ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി യേശുവിന്റെ നാമത്തില്. സഭ ഉണരട്ടെ, സഭ ആത്മാവിൽ ഉണരട്ടെ. യേശുവിന്റെ നാമത്തില് സ്തോത്രം. പോർക്കളത്തിൽ നിന്നിട്ടും പ്രാണനെ ത്യജിച്ചിട്ടും നിഷ്കളങ്കതയോടെ ദൈവത്തെ സ്നേഹിച്ചിട്ടും 2 ഗോത്രം ഇരുന്നു പോയി. ഇരുട്ടിൽ എന്ത് ചെയ്തു? ഇരുട്ടിൽ ഇരുന്നു പോയി. അപ്പൊ ഇതൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ എന്തുവാ? കട്ടപ്പോഹയാ അല്ലേ? ഇത്രയൊക്കെ ദൈവത്തെ സേവിച്ചിട്ടും ഇരുട്ടിൽ എന്ത് ചെയ്തു? ഇരുട്ടിൽ ഇരുന്നു പോയി. 2 ഗോത്രം. എനിക്ക് 2 ഗോത്രത്തെ വലിയ ഇഷ്ടമാണ്, സെബുലൂൻ ഗോത്രവും നഫ്താലി ഗോത്രവും. ബാക്കി 10 ഗോത്രത്തെ വലിയ താല്പര്യമൊന്നുമില്ല. സ്വത്രം. കാരണം ഈ 10 ഗോത്രത്തിൻ്റെയും കയ്യിലിരിപ്പത്രേ ശരിയല്ലായിരുന്നു. യഹൂദ ഗോത്രം വലിയ ഗോത്രമാണ്. യഹൂദ ഗോത്രം വലിയ ഗോത്രമാണ്. പക്ഷേ കനാന്യരോട്
യുദ്ധത്തിന് പോകുമ്പം സ്വത്രം പ്രത്യേകം ദെബോറയിലൂടെ പരിശുദ്ധാത്മാവ് ബാരാക്കിനോട് പറയുന്നൊരു ദൂതുണ്ട്. നീ കനാനിയുടെ രാജാവ് യാബീനോടും സീസറോടും യുദ്ധത്തിന് പോകുമ്പം സെബുലൂരിൽ നിന്നും നഫ്താലിയിൽ നിന്നേ 10,000 പേരെ തെരഞ്ഞെടുക്കാവൂ. എത്ര പേരെ? സെബുലൂരിൽ നിന്നും നഫ്താലിയിൽ നിന്ന് എന്ത് ചെയ്യാവൂ? 10,000 പേരെ. ആരോട് യുദ്ധത്തിന് പോകുമ്പം? കനാനിയുടെ രാജാവ് യാബീനോട് യുദ്ധത്തിന് പോകും. സ്വത്രം. പക്ഷെ മോശയ്ക്ക് പ്രമാണം കൊടുത്തപ്പോ പറഞ്ഞത് കേട്ടോ, യുദ്ധത്തിന് പോകുമ്പോ ആര് മുമ്പേ പോണം? ഹലോ പറ. പുറപ്പെടുമ്പോഴും യുദ്ധത്തിന് പോകുമ്പോഴും മുമ്പേ ആരെ നിർത്തണം? യഹൂദ ഗോത്രത്തെ മുമ്പിൽ നിർത്തണം. ബാക്കി എല്ലാവരും അതിന്റെ സെബുലൂനും നഫ്താലി ഏറ്റവും പുറകില. ഏറ്റവും മനസ്സിലായോ? പക്ഷെ ഇവിടെ വന്നപ്പം ദൈവം പ്രമാണം തിരുത്തി. യഹൂദയെ മുമ്പിൽ നിർത്തിയിരുന്നു. പക്ഷെ സ്വർഗം പറഞ്ഞു ഇനി എന്ത് ചെയ്യണ്ട, ഇനി നിർത്തണ്ട. ആ സ്ഥാനത്ത് ആരെ നിർത്തണം? സെബുലൂനെയും നഫ്താലിയെ നിർത്തിയാ മതി. ഹലോ, അതെന്താ യഹൂദയെ മുമ്പിൽ നിർത്തരെന്ന് പറഞ്ഞത്? യഹൂദയെ പലയിടത്തും നിർത്തി മുമ്പിൽ. യെരിഹോവിൽ വന്നപ്പം യഹൂദ മുമ്പിൽ ഭയങ്കര ചാട്ടമാണ്. സ്വത്രം. പക്ഷേ ഹായി പട്ടണത്തിൽ വന്നപ്പം വലിയ ചാട്ടമൊന്നും ഇല്ല. അന്നേരം ഇങ്ങനെ സ്വത്രം വലിയ സന്തോഷമൊന്നും ഇല്ല. കാരണം ഹായി പട്ടണത്തിൽ വന്നപ്പോൾ ചിലത് കണ്ണുകൊണ്ട് കണ്ടു. ബാബിലോനിയ മേലങ്കി, ചില പൊൻകട്ടികളും ആര് കണ്ടു? യഹൂദ കണ്ടു. ഞറുക്കിട്ടു. ആര് പിടിക്കപ്പെട്ടു? ആദ്യം പിടിക്കപ്പെട്ടത് യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. അത് പിടിക്കപ്പെട്ടു. ആ ഗോത്രത്തിൽ പെട്ടവനാണ് ആര്? വല്ല മനസ്സിലായോ? ആദ്യം പിടിക്കപ്പെട്ടത് ആരാ? യഹൂദ പിടിക്കപ്പെട്ടു. ഈ ദൂതേറ്റെടുത്തോണം. അവൻ പിടിക്കപ്പെട്ട ഗോത്രവാ. അതുകൊണ്ട് അവനെ ഇനി എന്ത് ചെയ്യരുത്? കൂട്ടിക്കൊണ്ട് പോകരുത്. കാരണം ബാബിലോനിയ മേലങ്കി കാണുമ്പോൾ എന്ത് ചെയ്യും? പൊൻകട്ടിയും കാണുമ്പോൾ പുള്ളി അങ്ങോട്ടങ്ങ് പോകും. അതുകൊണ്ട് യഹൂദ എന്ത് ചെയ്യരുത്? കൂട്ടരുത്. അവന് ശരിയല്ല. ഹലോ, എഫ്രയീമിനെയോ അവനെ ഒട്ടും കൂട്ടരുത്. അവൻ ജാതികളോട് ഇടകലരും. അവൻ ആരോട് കലരും? ജാതികളോട് ഇടകലർന്ന് അവരുടെ വഴികളെ പഠിക്കും. അവൻ ഇവിടെ കൊടുക്കുന്ന ഉപദേശമല്ല വിഷയം. അവൻ ജാതികൾ എന്തോ പറയുന്ന അതാ. അവരെങ്ങനെ നടക്കുന്നു, അവരെങ്ങനെ തലമുടി വെട്ടുന്നു, അവരെങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നു, അവരുടെ പോക്കെങ്ങനെ, അവരുടെ നടപ്പെങ്ങനെ, അവരുടെ ശൈലി എങ്ങനെ, അവരുടെ സംസാരം എങ്ങനെ, അതൊക്കെ അവൻ്റെ പാഠം. അവന് വേറെ സ്വഭാവമുണ്ട്. യുദ്ധ ദിവസം വരുമ്പോൾ ആയുധം വെച്ചിട്ട് എന്ത് ചെയ്യും? പിന്തിരിഞ്ഞ് പോവും. ഉപവാസവും പ്രാർത്ഥനയും വരുമ്പോൾ അവന് ബിസി. അവനന്ന് സമയം. അവൻ പറയും ഞാൻ വരും പറഞ്ഞ ഒറ്റ പോക്ക പിന്നെ കാണത്തില്ല. യുദ്ധ ദിവസം വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? പിന്തിരിഞ്ഞു പോന്നവൻ. അതുവരെ ഞാനുണ്ട്, ഞാൻ നിൽക്കും. സ്വത്രം. അതുകൊണ്ട് എഫ്രയീമിനെ എന്ത് ചെയ്യരുത്? അവനും ആള് ശരിയല്ല. എന്തോ കെട്ട് പൊട്ടുന്നു തോന്നൽ ഇരിപ്പ് കണ്ടിട്ട്. മനസ്സെ ഒട്ടും കൊണ്ടുപോകരുത്. മനസ്സെ. കാരണം മനസ്സ പേരൊന്ന ഗ്രൂപ്പ് പാതി യോർദാൻ അക്കരെയും പാതി യോർദാന് ഇക്കരെയാണ്. അവരൊരിക്കലും രണ്ടും കൂടെ എന്ത് ചെയ്യത്തില്ല? യോജിക്കത്തില്ല. ആര്? മനസ്സ. അതുകൊണ്ട് അവനെ കൂട്ടി എന്ത് ചെയ്യരുത്? അവൻ എപ്പോഴും പാതി ഗോത്ര അക്കരയും പാതി ഇക്കരയാ. അവനെ കൂട്ടി എന്ത് ചെയ്യരുത്? പോകരുത്. പിന്നെ ബെന്യാമീനെയോ അവനെ ഒട്ടും കൂട്ടരുത്. അവന്റെ അപ്പം പറഞ്ഞത് അവൻ കടിച്ചു കീറുന്ന. ഹലോ, ദാൻ ഗോത്രത്തെ ഒട്ടും കൂട്ടരുത്. അവന് ശരിയല്ല. അവൻ വഴിയിലൊരു പാമ്പ, പാതയിലൊരു സർപ്പമാണ്. അവൻ ആളാരാ? അവൻ ആള് പാവമായിട്ട് ഇങ്ങനെ ഇരിക്കും, പക്ഷെ ആളാരാ? പാമ്പ. അതുകൊണ്ട് അവനെ എന്ത് ചെയ്യരുത്?
പിന്നെ ലേവി ശുശ്രൂഷ ഗോത്രമൊക്കെയാ. പക്ഷേ പുള്ളിയെ സ്വത്രം ഞാൻ അങ്ങോട്ട് വിശുദ്ധീകരിക്കുന്നില്ല. ഇവിടെ അഭിഷക്തന്മാർ വചനം നന്നായിട്ട് പഠിപ്പിക്കുന്നവരാണ്. അവനും ആളത്രേ ശരിയല്ല. പല കുഴപ്പം അവനുണ്ട്. അതിൽ ഒരു കുഴപ്പം കർത്താദാസൻ പറഞ്ഞത്. മറ്റൊരു കുഴപ്പമുണ്ട്, അവനെ എപ്രിയ മളം പോലെ തുളുമ്പും, പക്ഷെ ആള് ശ്രേഷ്ഠനല്ല. ഈ ഗോത്രങ്ങളൊന്നും എന്തല്ല. സെബുലൂൻ നഫ്താലി ഗോത്രം ഉണ്ടോ ഇവിടെ? സെബുലൂൻ നഫ്താലി ഗോത്രം നമ്മുടെ സഭയിലുണ്ടോ? കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സെബുലൂൻ ഗോത്രം, നഫ്താലി ഗോത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എഫ്രയീം ഗോത്രം, എഫ്രയീം ഗോത്രം ഇല്ലയോ? ബെന്യാമീൻ ഗോത്രമോ? യഹൂദ ഗോത്രമോ? അയ്യോ, ഇവിടെ ഇല്ലയോ? ഇവിടെ എല്ലാം സെബുലൂൻ നഫ്താലിക്കാരാ. തിരുവനന്തപുരം, പാളയം, PMG എല്ലാം സെബുലൂൻ നഫ്താലി ഗോത്രക്കാരാ. നിങ്ങളെ ഓർത്ത് കർത്താവിന് സ്വോത്രം ചെയ്യുക. അവരെയാ ദൈവത്തിന് വേണ്ടിയത്. അവരെ കൊണ്ടാ ദൈവം വലിയ കാര്യം ചെയ്യിപ്പിച്ചത്. ഈ ദൂത് ഏറ്റെടുത്തോണം. ദൈവം ചിലത് തിരുത്താൻ പോകുന്നു. ദൈവം ചിലത് തിരുത്താൻ പോകുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ പോക്കല്ല, ദൈവം ചിലത് തിരുത്താൻ പോകുന്നു. തിരുത്തി സൈൻ ചെയ്യാൻ പോകുന്നു. എത്ര പേർക്ക് ഈ ദൂത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാൻ സമയമെടുക്കണം. സ്തോത്രം. ഇങ്ങനെ ഈ ഗോത്രത്തിന് അവകാശമായി അളന്നു തിരിച്ചു കൊടുത്ത സെബുലൂനും നഫ്താലിക്കും ഈ ദേശം അളന്നു തിരിച്ചു കൊടുത്തവർ നിങ്ങൾ അനുഭവിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ജനത്തിന്റെ ഇടയിൽ ഒരു ജാതി സ്വത്രം കുടിയേറി പാർത്തു. ഒരു ജാതി എന്ത് ചെയ്തു? അതാ നമ്മൾ വായിക്കുന്നേ, ഇരുട്ടിലിരുന്ന ജനം. ഇവിടെ എന്താ വായിച്ചേ? ഇരുട്ടിൽ. ഇവിടെ വായിക്കുന്ന ഇരുട്ടെന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇരുട്ടല്ല. കറണ്ട് പോകുമ്പോൾ വരുന്ന ഇരുട്ടല്ല. വൈകിട്ട് 6:30 മണിയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ കയറി വരുന്ന ഇരുട്ടുമല്ല. ഇപ്പൊ 5:30 ആകുമ്പോഴേ ഇരുട്ട്. സ്വത്രം. വൈകിട്ട് വരുന്ന ഇരുട്ടല്ല, കറണ്ട് പോകുമ്പോൾ വരുന്ന ഇരുട്ടല്ല അവിടുത്തെ ഇരുട്ട്. ഞാൻ അങ്ങനെ പഠിച്ചത്. പക്ഷേ അങ്ങനെ പഠിച്ചെങ്കിൽ എനിക്ക് പിന്നീട് ഒരു യഹൂദ റബി എഴുതിയ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ച ഇരുട്ടല്ല അവിടുത്തെ ഇരുട്ട്. അവിടുത്തെ ഇരുട്ടെന്ന് പറയുന്നത് ഇരുട്ടെന്ന് പേർ വിളിക്കുന്ന ഒരു ജാതി. ഇരുട്ടെന്ന് ആ ജാതിയുടെ പേരാ ഏത്? ഇരുട്ട്. പഴയ നിയമത്തിൽ അവരെ വിളിക്കുന്ന ഖേദാര്യരെന്ന. എന്തുവാ? ഖേദാര്യർ. ഖേദാർ എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്ന. സ്വത്രം. ഇരുട്ടെന്ന് പേർ വിളിക്കുന്ന ഒരു ജാതി ഇസ്രായേൽ മക്കളുടെ ഇടയിൽ കുടിയേറി പാർത്തു. ഒരു കുടിയേറ്റം. കുടിയേറ്റം. ഇന്ന് കുടിയേറ്റമെല്ലാം നിർത്തിക്കൊണ്ടിരിക്കുക. അമേരിക്കൻ പ്രസിഡന്റ്, ഇപ്പൊ പ്രസിഡന്റ് ആകാൻ പോകുന്ന പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ എല്ലാ കുടിയേറ്റം എന്ത് ചെയ്യും? ഹലോ, സ്വത്രം. കാനഡ ഇത്ര അസ്തമിക്കാൻ കാരണം 3 കോടി ജനത്തെ സിറിയയിൽ നിന്നും മറ്റിടത്തുനിന്നും കുടിയേറിയത്. ഹലോ, സ്വത്രം. അതാ ഇന്ന് കാനഡ ബാൻ ചെയ്യാൻ കാരണം. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ന് UK തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇന്ന് അസ്തമിച്ച ഒരവസ്ഥയിൽ നിൽക്കുക. ആരെയും വേണ്ടവർക്ക്. കാരണം കുടിയേറ്റം കൂടിപ്പോയി. ഓസ്ട്രേലിയ ബാൻ ചെയ്യാൻ പോകുന്നു. കുടിയേറ്റം അവിടെ കൂടി വരുന്നു. ഇനി ലോക രാജ്യങ്ങളിലോട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാ. എല്ലാവരും സ്വത്രം ബാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ എല്ലാം പിന്നിൽ എന്താ കാരണം? കുടിയേറ്റം. അല്ല, മനസ്സിലായോ? ഇവിടെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു ജാതി കുടിയേറി. ആ കുടിയേറിയ ജാതിയുടെ പേരാ ഇരുട്ട്. ആ ഇരുട്ടെന്ന് പറയുന്ന കുടിയേറ്റ ജാതിയെ ഇറക്കി വിടാൻ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഇറങ്ങിപ്പോകത്തില്ല.
അതിനാ യേശു 40 ദിവസം പ്രാർത്ഥിച്ച് ആത്മാവിന്റെ ശക്തിയോടെ ഇറങ്ങിച്ചെന്നത് അതിനെ ഇറക്കാനാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ശരീരത്തിൽ അനുഭവിക്കുന്ന പല രോഗങ്ങളും ദൈവാത്മാ പറയുന്ന രോഗമല്ല, നിന്നെ രോഗിയാക്കാൻ കയറിയ ഒരു കുടിയേറ്റമാണ്. നിന്റെ ഭവനത്തിന്റെ സ്വസ്ഥത കെടുത്താൻ, നിന്റെ സമാധാനം കെടുത്താൻ, നിന്റെ കൃപകളെ ചോർത്തിക്കളയാൻ, നിന്നെ ഇരുത്തിക്കളയാൻ, നിന്നെ കടത്തിക്കളയാൻ, നിന്നെ നശിപ്പിക്കാൻ കയറി വന്ന കുടിയേറ്റത്തെ പ്രാർത്ഥനയാൽ ആത്മാവിന്റെ ശക്തിയാൽ 19 പകൽ സഭ ഇറക്കി വിടുകയാണ്. പത്തൊൻപതാമത്തെ പകൽ ചില ഇറങ്ങിപ്പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിന്റെ ശരീരത്തിൽ നിന്ന് കൂട്ടത്തോടെ ഇറങ്ങിപ്പോകുന്നത്, നിന്റെ അസ്ഥിയിൽ നിന്ന് കൂട്ടത്തോടെ ഇറങ്ങിപ്പോകുന്നത്, നിന്റെ ഭവനത്തിൽ നിന്ന് കൂട്ടത്തോടെ ഇറങ്ങിപ്പോകുന്നത്, ദൈവസഭയിൽ നിന്ന് കൂട്ടത്തോടെ ഒരു ഇരുട്ട് ഇറങ്ങിപ്പോകുന്നത് യേശുവിന്റെ നാമത്തിൽ. Praise the Lord. Praise the Lord. ഈ കുടിയേറ്റം ദേശത്ത് കയറി സെബുലൂൻ നഫ്താലി ഗോത്രത്തിന്റെ ഇടയിൽ കയറി അവരവിടെ ഇരുന്ന് പെരുകി. ഈ ജാതി അവിടെ നിന്ന് എന്ത് ചെയ്തു? ഇരുട്ട് പെരുകി, ദൈവജനം ചുരുങ്ങി. ഇരുട്ട് പെരുകി, ദൈവജനം ചുരുങ്ങി. ചുരുങ്ങിയ ജനം ഇരുന്നു പോയി. ഇരുന്ന ജനം എന്ത് ചെയ്തു? കിടന്നുപോയി. ദൈവാത്മാവ് എനിക്ക് ദൂത് തരുന്നു, ആരാധിക്കുന്ന പല ദൈവമക്കളുടെയും പേര് വെച്ച് ഉയർന്ന ചില ആസ്പത്രിയുടെ റൂമുകൾ പിശാച് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നു കിടക്കയിലാക്കാൻ. ദൈവാത്മ പറയുന്നു, ഈ ഉപവാസത്തിൽ ഞാൻ ആ കടക്ക മാറ്റിവിരിക്കും. ഞാൻ ആ കടക്ക മാറ്റിവിരിക്കും. ഞാൻ ആ കടക്ക മാറ്റിവിരിക്കും. ആത്മാവിൽ ആരാധിച്ചാൽ ഞാൻ ആ കടക്ക മാറ്റിവിരിച്ച് ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ. പിശാച് കിടക്കയിലാക്കാൻ നിനക്ക് വിരോധമായി കിടക്ക വിരിക്കും. പക്ഷെ എൻ്റെ ദൈവം കിടക്ക മാറ്റി വിരിക്കും. എൻ്റെ ദൈവം കിടക്ക മാറ്റി വിരിക്കും. ആ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇനി ഒന്നിനെ കിടക്കയിലാക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനി ഒന്നിനെ ഇരുത്തിക്കളയാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനി ഒന്നിനെ കിടക്കയിലാക്കി കടത്തിക്കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല.
ആത്മാവിന്റെ ദൂത് ഏറ്റെടുത്ത് ദൈവമക്കൾ ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിന്റെ വാതിലിൽ കൊണ്ട് വെച്ചേക്കുന്ന കിടക്ക, നിന്റെ വീടിന്റെ മുറിക്കകത്ത് കൊണ്ടിട്ടേക്കുന്ന രോഗക്കിടക്ക, നിന്റെ ഭവനത്തിനകത്ത് രോഗക്കിടക്ക ഒഴിയാതെ വിരിച്ചിട്ടേക്കുന്ന രോഗക്കിടക്ക ഒരു ദൂതൻ കയറി ചെന്ന് അത് വിരിച്ചു മാറ്റുന്നത്, ചുരുട്ടി മാറ്റുന്നത്. ഇങ്ങനെ ഇരുന്നു പോയവർ, കിടന്നുപോയവർ, ചിലർ മരണപ്പെട്ടു പോയി, കടന്നുപോയി. ഈ ജനം നെടുവീർപ്പെട്ട് കരയുമ്പോൾ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. അവന്റെ പേരാ യെശയ്യാവ്. യെശയ്യാവ് ഈ 5 പ്രദേശങ്ങളെ നോക്കി പ്രവചിച്ചു. എന്തു പ്രവചിച്ചു? യെശയ്യാപ്രവചനം ആരും വായിക്കേണ്ട, 9-ാം അധ്യായം വീട്ടിൽ പോയിരുന്ന് വായിച്ചാൽ മതി. ഈ ജനത്തിന്റെ മരിക്കുന്ന തിമിരം ഞാൻ പൊട്ടിക്കും, ഇരുട്ടിലിരിക്കുന്ന ജനത്തെ ഞാൻ പുറത്തു കൊണ്ടുവരും. നീ ചുമക്കുന്ന നുകവും നിന്റെ ചുമലിലെ കോലും നിന്നെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും ഞാൻ മിഥ്യാന്റെ നാളിനെ പോലെ ഞാൻ ഒടിച്ചു കളയും. കൊയ്ത്തുകാലത്തിലെ സന്തോഷം ഞാൻ നിനക്ക് തിരിച്ചു തരും. ഇനി നീ ഇരുട്ടിലിരിക്കത്തില്ല, ഇരുട്ടിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തെടുക്കുക. വർദ്ധിക്കാത്ത ജാതിയെ ഞാൻ ദേശത്ത് വർദ്ധിപ്പിക്കും, വളരാത്തതിനെ ഞാൻ വളർത്തും, ഉയരാത്തതിനെ ഞാൻ ഉയർത്തും. യെശയ്യാവ് 9 പ്രവചിച്ചു. പ്രവചനം തീർന്നില്ല. 42:11 പറഞ്ഞു. സ്വത്രം അത് കേദാരിയിൽ പാർക്കുന്ന ഗ്രാമങ്ങളും അതിൽ പട്ടണങ്ങളിൽ പാർക്കുന്ന എന്റെ ജനവും ഇനി മൗനമായിരിക്കരുത്. എന്റെ ജനം ശബ്ദിക്കണം, എന്റെ ജനം ശബ്ദം ഉയർത്തട്ടെ. അങ്ങനെ എന്റെ ജനം ശബ്ദിക്കാൻ തുടങ്ങിയാൽ ഞാനൊരു വീരനെ പോലെ ഇറങ്ങി വരാം. ആ വരവാ ലൂക്കോസിൽ നമ്മൾ വായിച്ചത്. എന്റെ യേശു ആത്മാവിന്റെ ശക്തിയോടെ. പ്രവചനം നിവർത്തിക്കാൻ പോവുക, പ്രവചനം നിവർത്തിക്കാൻ പോകുക, പ്രവചനം നിവർത്തിക്കാൻ പോകുക. പ്രവചനം അവിടെ തീർന്നില്ല. യെശയ്യാപ്രവചനം 21:16-17 വീട്ടിൽ പോയി വായിച്ചാൽ മതി. കൂലിക്കാരന്റെ ആണ്ട് പോലെ ഒരു ആണ്ടിനകം ഞാൻ കേദാര്യന്റെ മഹത്വം തകർത്തു കളയും, ഞാൻ ഇല്ലാതാക്കും, എന്റെ ജനത്തിന്റെ സ്ഥിതി ഞാൻ മാറ്റും. പ്രവചനം അവിടെ കൊണ്ട് നിർത്തിയില്ല. യെശയ്യാപ്രവചനം 60-ന്റെ 7-8 ഭാഗങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: കേദാര്യൻ പിടിച്ചോണ്ട് പോയ ആടുകളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, അപകരിഞ്ഞു കൊണ്ടുപോയതിനെ തിരിച്ചു കൊണ്ടുവരും, മോട്ടിച്ചോണ്ട് പോയതിനെ തിരിച്ചു കൊണ്ടുവരും. എന്റെ ജനത്തിന്റെ സ്ഥിതി ഞാൻ മാറ്റും. എന്റെ ജനത്തിന്റെ മേൽ ഞാനൊരു നീതി സൂര്യനായി വെളിപ്പെട്ടു വരും. അത് രോഗോപശാന്തിയോടെ. എന്റെ ജനത്തിന്റെ സ്ഥിതി ഞാൻ മാറ്റും. ഈ പ്രവചനം നിവർത്തിപ്പാൻ യെശയ്യാവ് മുഖാന്തരം അരുളി ചെയ്ത് നിവർത്തി വരുത്താൻ യേശു വരുന്നത് ആത്മാവിന്റെ, പറഞ്ഞാട്ടെ, ശക്തിയോടിറങ്ങി വരുക. വല്ലോ മനസ്സിലായോ? അതുകൊണ്ട് നസ്രയത്തിലെ പള്ളി വന്നപ്പോഴും പറഞ്ഞു, യെശയ്യാ പ്രവചനം താൻ ഞാൻ വായിക്കട്ടെ, അതിലെനിക്ക് നിവർത്തിപ്പാനുണ്ട്. ഈ 19-ാമത്തെ പകൽക്കാലം ഒരു വാഗ്ദത്തം നിവർത്തിക്കുന്ന പകൽക്കാലമാണ്. എല്ലാ കണ്ണുകളും അല്പസമയം അടച്ച് ആത്മാവി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരികയാണ്. എല്ലാ ദൈവമക്കളും കരങ്ങളടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചോ.
ഗ്ലോറി മനാദഗസിയ അടയാനകശപ്രവാരി യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. വഴി മാറുന്നത് പോലെ, എന്തോന്ന് വഴി മാറുന്നത് പോലെ ശരീരത്തിൽ നിന്ന് വഴി മാറിപ്പോകുക. പിടിച്ചു വച്ചേക്കുന്ന പിടികൾ പിടിവിടുക. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ദൈവശക്തിയുടെ പകർച്ച, ദൈവശക്തിയുടെ പകർച്ച. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ. വേദനകെട്ട പ്രവാനികക്ഷസി അടച്ച കാലകശപ്രവാനാദിനി. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പിടിച്ചു വെച്ചേക്കുന്ന പിടികൾ വിടട്ടെ, ആ ശരീരങ്ങളിൽ നിന്ന് പിടിവിടട്ടെ, ആ ശരീരങ്ങൾ പിടിവിടട്ടെ. ഓ ഓ ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ. ദൈവശക്തിയുടെ വലിയൊരു പകർച്ച, ദൈവശക്തിയുടെ പകർച്ച, ദൈവശക്തിയുടെ പകർച്ച, ദൈവശക്തിയുടെ പകർച്ച. ഒരു വെളിച്ചം അകത്തുണ്ടെങ്കിലും വെളിച്ചത്തെ മറച്ചു കളയുന്ന രണ്ട് കാർമേക ശക്തികൾ 13 വർഷങ്ങളായി നിന്റെ നേരെ പൊങ്ങി നിൽക്കുന്നു. ഉടമനസ്യാലി. അന്നു മുതൽ അകത്തെ വെളിച്ചം പുറത്തോട്ട് ശോഭിക്കത്തില്ല, ശോഭിക്കാൻ അനുവദിക്കത്തില്ല. അതിനൊരു കറുത്ത മേഘം കയറി മറഞ്ഞു നിൽക്കുക. അതൊരു പാരമ്പര്യ പടസ്വരൂപമാണ്. പക്ഷെ ഇനി അത് മറഞ്ഞു നിൽക്കാനോ മറച്ചു വെക്കാനോ മറച്ചിരുത്താനോ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ ആ മറ മാറ്റി ഒരു വിടുതൽ നിന്റെ മേൽ തുറക്കപ്പെടുകയാണ്. വയ്യ കർത്താവേ വയ്യ, എനിക്കെന്തോ സംഭവിക്കുമെന്നുള്ള അകന്തളത്തിലെ ചോദ്യത്തിനൊരു അറുതി വരുത്തി പാർക്കുന്ന ഭവന അഖണ്ഡത്തോട് ബന്ധപ്പെട്ട് അടമനസിയാനാദിനി 1/2 കിലോമീറ്റർ ചുറ്റളവിൽ രാപാർക്കുന്ന ചില ദുർമരണങ്ങൾ നിന്റെ ദേശത്തുനിന്ന് വഴിമാറിപ്പോകുന്നു. അതോടുകൂടെ നിന്റെ ഭവനത്തിനൊരു വിടുതൽ ഞാൻ തുറക്കപ്പെടുകയാണ്. പക്ഷെ ശരീരത്തിൽ രാപാർക്കുന്ന കൂടാരം കെട്ടിയിരിക്കുന്ന കെട്ട് യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ. ഒരത്ഭുതം തുറക്കപ്പെടുക. എല്ലാ ദൈവമക്കളെ സ്വന്തം പ്രാർത്ഥിച്ചു. പൊരുതി തോക്കാനല്ല,
പൊരുതി പരാജയപ്പെടാനല്ല, പൊരുതി ജയിക്കാനാ. എപ്പോഴും പറയും, എന്നെ ലജ്ജിപ്പിക്കരുത്, കൃപ തന്നെ നിർത്തണം. മകളെ, എൻ്റെ കൃപ ചെറുതല്ല, എൻ്റെ കൃപ വലുതാണ്. ജീവിതത്തിൻ്റെ കൈപ്പേറിയ പരിവരുത്ത ഏടുകളിൽ ഏറിയ ഒന്ന് സഹിച്ച് വഴിയിൽ കുഴഞ്ഞു വീഴുന്ന ഇഴയെ പോലെ 3 പ്രാവശ്യം കുഴഞ്ഞു വീഴേണ്ടിയിടത്ത് നീതിയുടെ ഭുജത്തിൽ നിന്നെ മറച്ചു നിർത്തിയത് എൻ്റെ കൃപയാണ്. വളരെ പ്രാർത്ഥിച്ചോണം. ശരീരത്തിൽ കുടിയേറി പാർക്കുന്ന 2 വിഷയങ്ങളുണ്ട്. അടിവയറിൻ്റെ ഭാഗം തുടങ്ങി അസ്ഥിയുടെ ജോയിൻസുകളിലും അത് ലങ്സ് തലങ്ങളിലും പിടിമുറുക്കുക. അത് ശരീരത്തിൽ മുഴുവനും വൃത്ത രൂപത്തിൽ അടമനസിയാൽ സ്കിന്നിനോട് ബന്ധപ്പെട്ടും പിടിമുറുക്കുക. രോഗമല്ല, അതൊരു പോരാ. ഈ പ്രാർത്ഥന ഞാൻ ശാസിച്ച് വിടുതലേക്ക് നേൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം തുറക്കപ്പെടുക. എല്ലാ ദൈവമക്കളെ സ്വോത്രം പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു ഒരു വിടുതൽ കർത്താവ് തുറക്കപ്പെടുക. ഓ ഷാരകക്ഷപ്രവാനികക്ഷസി വേദനഘട്ട പ്രഭേനികക്ഷസ്തരാധനസിയാലി. ശ്രേഷ്ഠകരമേറിയ വിളിയും അതിൻ്റെ തെരഞ്ഞെടുപ്പും അതിന്മേലുള്ള അപ്പോയിൻമെൻറ്റും ചെറുതല്ല, വലുതാ. പക്ഷെ നീ എന്നോട് പറഞ്ഞത്, കർത്താവേ, ഞാൻ ചെറിയവനാണേ. നീ ചെറിയവനെന്ന് പറഞ്ഞ് ചെറുതായി പോകുവല്ല, ആയിരങ്ങളുടെ നടുവിൽ ഒരലങ്കാരമാക്കി എൻ്റെ ദാസനെ ശുശ്രൂഷയുടെ ചിത്രം മാറ്റാൻ പോവാ. ഇതുവരെ നീ ആയിരുന്ന ലെവലല്ല, വന്ന ലെവലല്ല. നിനക്കൊത്തിരി ഉയരങ്ങളിലേക്ക് കയറുവാനുണ്ട്. പക്ഷെ പിടിച്ചു വച്ചിരിക്കുന്ന 2 പടസ്വരൂപങ്ങൾ ആത്മമണ്ഡലത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ച് ചുറ്റിട്ട് വെക്കുക. ആ പിടി, ഈ പ്രാർത്ഥന ഞാൻ വിടുവിക്കുക. ഒരു വിടുതൽ ദാസന്മയെ തുറക്കപ്പെടുക. അടമനസ് ഏറ്റവും 0യിൽ നിന്നെ അക്കമിട്ട് പണിതെടുത്ത ദൈവം ഞാനാ. പക്ഷേ യുദ്ധത്തിൻ്റെ സ്വഭാവം മാറി. അടുത്ത ഒരു യുദ്ധത്തിലേക്ക് നീ അരമുറുക്കി ആയുധം ധരിച്ച് ആലോചന പ്രാപിച്ച് കയറിക്കോണം. നിന്റെ മുൻപിൽ തലപൊക്കി നിൽക്കുന്ന പർവ്വത സമമായ 2 വിഷയങ്ങൾ ഞാൻ നിന്റെ മുൻപിൽ ധൂളി പോലെ ആക്കി തരികയും നീ അതിനെ ജയിച്ച് കയറുകയും ചെയ്യും. പക്ഷെ സ്വൈര്യത കെടുത്തി, സ്വസ്ഥത കെടുത്തി, സമാധാനം കെടുത്തി, അകത്ത് കയറി രാവാർത്ത അന്തരീക്ഷങ്ങളെ കെടുത്തിക്കളയുന്ന, ബ്രേക്കിട്ട് ലോക്കിട്ട് നിർത്തിയേക്കുന്ന വിഷയങ്ങൾ ഈ പ്രാർത്ഥന ഞാൻ കെട്ടുപൊട്ടിക്കുക. നിഷ്കളങ്കതയോടും നിർമ്മലതയോടും എന്നെ ആയിരിക്കണമെന്നില്ല. ആരും എന്നോട് ഒത്തിരി ചോദിക്കണമെന്നുമില്ല. എന്നോട് ആരും ഒന്നും ചോദിക്കണ്ട. എനിക്കൊത്തിരി പറയാനുമില്ല. എനിക്ക് പറയാൻ ദൈവത്തോട് മാത്രമേ ഉള്ളൂ എന്നടക്കി പിടിച്ച സങ്കടത്തിൽ നിന്ന് ഉരുവിട്ടാണ് എൻ്റെ സന്നിധി വരുന്നത്. മനെ, ഞാൻ നിന്റെ മേലൊരു അഭിഷേകത്തിൻ്റെ അടുത്തൊരു ലെവൽ തരും. നീ ഉയരങ്ങളിൽ കയറും. കഴിഞ്ഞ കാലങ്ങൾ ഒത്തിരി മുറിവുകളേറ്റതും സങ്കടപ്പെട്ട് മൺചൂരി ചാരിയിരുന്ന് കരഞ്ഞതും ആരും കണ്ടില്ലെങ്കിലും ഞാൻ കുറിച്ചിട്ട ദൈവമാ. ഞാനല്ലയോ വിളിച്ചത്, ഞാനല്ലയോ നിന്നെ വേർതിരിച്ചത്. ജീവിതത്തിൽ വന്ന ചില പാളിച്ചകൾ, ബലഹീനതകൾ, അടമനസിയാലി മനുഷ്യൻ പലതും നോക്കി വിധി എഴുതുമ്പോൾ നീ വേടത്തെ പോലെ മറഞ്ഞത് എൻ്റെ മഹത്വം കാണേണ്ടിയവനാ. വിളിച്ചത് ഞാനാ. വാ, എൻ്റെ കൂടെ സഞ്ചരിക്ക്, എൻ്റെ കൂടെ നടക്ക്, എൻ്റെ കൂടെ ഇരിക്ക്. എൻ്റെ ആലോചനയ്ക്ക് നീ വിധേയപ്പെട്. ഞാൻ നിന്നെ ലജ്ജിപ്പിക്കത്തില്ല. എല്ലാ കെടുതിക യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ദൈവമക്കളെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എത്ര അധ്വാനിച്ചാലും, എത്ര കൈകാലിട്ടടിച്ചാലും, എത്ര ചിറകടിച്ചാലും, തലയ്ക്ക് മുകളിൽ ഒരു വര വരച്ച് ഒരു മാർക്കിങ് ചെയ്തിട്ട് നീ എത്ര ശ്രമിച്ചാലും ഇതിനപ്പുറത്തോട്ട് 1 ഇഞ്ച് കടക്കരുത്, കടത്തി വിടത്തില്ല, കടക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ച ചില മാർക്കിങ്ങുകൾ ഈ പ്രാർത്ഥനയുടെ 19ാം പകൽ ഞാനത് മായ്ച്ചു കളയും. ഒരു പുതിയ
പുതിയ തലത്തിലേക്ക് ഞാൻ നിന്നെ വാഹനമേറ്റും. എൻ്റെ ദാസനെ വേടത്തെ പോലെ ഇരുന്നോണം. ഉടമനസിയാലി മുൻപിൽ ചില പരിവരുത്തിയ അന്തരീക്ഷങ്ങളുണ്ട്, മുൻപിൽ ഒത്തിരി ആഴമേറിയ വിഷയങ്ങളുണ്ട്, നിന്റെ അകത്ത് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. പക്ഷെ നിന്റെ സ്വപ്നങ്ങൾ ഒരു കുഴിക്കകത്തിട്ടിട്ട് വർഷങ്ങളായി, നിന്റെ സ്വപ്നങ്ങൾ ഒരു അഴിക്കകത്തിട്ടിട്ട് വർഷങ്ങൾ പലതായി. പക്ഷെ നിന്റെ സ്വപ്നത്തെ ഏത് അഴിയിലിട്ടാലും അഴികളെ മുറിച്ച് ഞാൻ പുറത്തെടുക്കും. 2025 നിന്റെ സ്വപ്നങ്ങൾ ഞാൻ യാഥാർത്ഥ്യമാക്കി എടുക്കും. പക്ഷെ കുടുംബാഖണ്ഡത്തിനകത്ത് രാപാർക്കുന്ന സ്വൈര്യത കെടുത്തി അടമനസ്സിൽ മൽപ്പിടുത്തങ്ങളുടെ ഭിന്നതകളും വിടവുകളും ചിഹ്നലും വരുത്തുന്ന അസ്വസ്ഥ വരുത്തി രാപാർക്കുന്ന ഒരു പടസ്വരൂപം ഈ പ്രാർത്ഥന ഞാൻ ഇറക്കി വിട്ട് വിടുതൽ തുറക്ക് ഏൽപ്പിക്കട്ടെ. എല്ലാ ദൈവമക്കളെ സ്തോത്രം പ്രാർത്ഥിച്ചാട്ടെ. ആ കരങ്ങളടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. അഭിഷേകമുള്ള ദൈവമക്കളെ ആത്മാവിൽ ആരാധിച്ച് ഒരു വലിയ വിടുതൽ കർത്താവ് തുറക്കപ്പെടുകയായിരുന്നു. ഒരു വലിയ ദൈവശക്തി കർത്താവ് തുറക്കപ്പെടുകയായിരുന്നു. എല്ലാവരും ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു. ആത്മാവിന്റെ ശക്തിയോടെ യേശു ഗലീലയ്ക്ക് വന്നപ്പോൾ ഗലീലയുടെ ഇരുട്ട് വഴിമാറിയതുപോലെ, മരണപാശം വഴിമാറിയതുപോലെ, മരണ നെടലുകൾ വഴിമാറി ഇരുട്ടിലിരുന്ന ജനം വെളിച്ചത്ത് വന്നതുപോലെ വർഷങ്ങളായി നിന്റെ വാക്തത്വങ്ങളെ ഇരുട്ടിനകത്ത് മറച്ചു വച്ചേക്കുന്നത് 19ാമത്തെ പകൽക്കാലം ദൈവാത്മാവിനെ പുറത്തെടുക്കുകയാ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വളരെ ശക്തമായി ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, അതിജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, ഇവിടെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവദാസനെ ദൈവം ശക്തമായി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരങ്ങളിൽ എടുത്തു. ഹല്ലേലൂയ. ദൈവവചനം ശക്തിയോടെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അന്ധകാരങ്ങൾ, ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ, ഹല്ലേലൂയ, ആ ദേശത്ത് നിന്ന് മാറിപ്പോയതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവസഭയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവസഭയിൽ, കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ കുടിയേറിയിരുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൊളിച്ചു മാറ്റിയ ദൈവകൃപയ്ക്കായി കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട്. നമ്മുടെ തലമുറകളിൽ ദൈവം ചില വിടുതലുകൾ അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളിൽ ചില വിടുതലുകൾ അയച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ, നമ്മുടെ ചുറ്റുപാട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവദാസന്മാരിൽ, ദൈവമക്കളിൽ ദൈവം ചില വിടുതലുകൾ അയച്ചിരിക്കുകയാണ്. ചില അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു മാറി, ചില കെട്ടുകൾ പൊട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ. ആ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ, ഹല്ലേലൂയ, ആഴങ്ങളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് സ്തുതികരേറ്റാം. ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ ദൈവം ശക്തമായി ഉപയോഗിച്ചു. ആ ദൈവത്തിന് സകല സ്തുതിയും സകല മഹത്വവും, ഹല്ലേലൂയ, സകല സ്തോത്രവും, ഹല്ലേലൂയ, യോഗ്യൻ, ഹല്ലേലൂയ, അവൻ മാത്രം. ദൈവദാസനെയും ദൈവശക്തമായി ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രൈസ് ദി ലോർഡ് ദാസൻ ജോൺ ശശി പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാം ദിനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നു. കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് കാലം കേൾപ്പിച്ച ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വാഴ്ത്തപ്പെട്ട കർത്താവ് യോർദാനിൽ നിന്ന് ശക്തിയോടെ ഗലീലയിലേക്ക് കടന്നു വന്നല്ലോ കർത്താവേ. ഇരുട്ടിയിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ
അന്ധകാര ശക്തികൾ മാറി കർത്താവ്, രോഗികൾ സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് ദേശത്ത് സൗഖ്യം വന്നതുപോലെ കർത്താവ്, ഭവനങ്ങളിലും കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരുവാൻ കർത്താവ് സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്ര. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ ശത്രു ബന്ധിച്ചൊതുക്കിയ ബന്ധനങ്ങൾ അഴിച്ച് കെട്ടുകളെ പൊട്ടിച്ച് തടസ്സങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ പട്ടണത്തിൽ വെളിപ്പെട്ട് വരുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരണത്തിലായിരുന്നവര്, രോഗത്തിലായിരുന്നവര്, കർത്താവെ, പ്രതിസന്ധി കൂടി കടന്നു പോകുന്ന എല്ലാ വ്യക്തി ദൈവങ്ങൾക്ക് ഇന്ന് പൽക്കാല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ നിറവ് അവരുടെ മേൽ പകർന്നല്ലോ കർത്താവെ. ദൈവവചനത്തിൽ കൂടി ആത്മാവിൽ കൂടി ഇന്ന് പൽക്കാലം കേൾപ്പിച്ച എല്ലാ സന്ദേശങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പൽക്കാലവും വൈകുന്നേരം നടക്കുന്ന യോഗത്തെ ധാരാളമായി ശക്തീകരിക്കണമേ, എൻ്റെ ദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപസിക്കുന്ന എല്ലാ ദാസിദാസന്മാരെ, സഭാ കുടുംബങ്ങളെ എല്ലാം ധാരാളമായി അനുഗ്രഹിച്ചാട്ട് സർവ്വമഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.